أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ഞാൻ അമേരിക്കയിലെ ചില ജമാഅത്തുകൾ സന്ദർശിക്കുകയായിരുന്നു. നിങ്ങൾക്കെല്ലാവർക്കും അക്കാര്യം അറിയാം. MTA മുഖേനയും അതുപോലെ തന്നെ ജമാഅത്തിൻ്റെ മറ്റ് ഇലക്ട്രോണിക് മീഡിയ മുഖേനയും വാർത്തകൾ ലഭിച്ചുകൊണ്ടിരുന്നു. അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ ഈ പര്യടനം വളരെ വിജയകരമായി പരിസമാപ്തി കൊണ്ടു. ഏതായാലും ഇവ കൂടാതെ മറ്റു ഭൗതിക ചാനലുകളും അതിന് വ്യാപകമായ കവറേജ് നൽകിക്കൊണ്ടിരുന്നു. എല്ലാ നിലയ്ക്കും ദൈവാനുഗ്രഹങ്ങളുടെ ദൃശ്യങ്ങളാണ് കാണാൻ സാധിച്ചത്. സ്വന്തക്കാരിലും അന്യരിലും ഈ പര്യടനത്തിൻ്റെ പ്രഭാവങ്ങൾ ഉണ്ടാകുകയുണ്ടായി. ഒരു ഖാദിം തൻ്റെ ഒരു സഹോദരനോട് ഇപ്രകാരം പറഞ്ഞു: എൻ്റെ മസ്തിഷ്കത്തിൽ ജമാഅത്തിനെയും ഖിലാഫത്തിനെയും കുറിച്ച് ചില കാര്യങ്ങൾ അലട്ടുന്നുണ്ടായിരുന്നു, ചില മുൻവിധികളുണ്ടായിരുന്നു, ഭയപ്പാടുകളുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ ഈ പര്യടനം കാരണമായി അവ ഇല്ലാതായിരിക്കുന്നു. ഇത്തരത്തിലുള്ള ഒരുപാട് പ്രതികരണങ്ങളും ഫീഡ്ബാക്കുകളും ലഭിക്കുകയുണ്ടായി. നല്ല ഫീഡ്ബാക്ക് ലഭിക്കുകയുണ്ടായി. കുട്ടികളും സ്ത്രീകളും പുരുഷന്മാരുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷമുള്ള അവരുടെ വൈകാരികമായ പ്രതികരണങ്ങളുടെ വിവരണം പറയുകയാണെങ്കിൽ അതൊരു നീണ്ട പട്ടിക തന്നെയാണ്. പര്യടന റിപ്പോർട്ടുകൾ വരുന്നുണ്ട്, അത് നിങ്ങൾ വായിക്കുന്നുണ്ടാകും. പിന്നെ സൈനിലും ഡെലസിലും അതുപോലെ ബൈത്തുർ റഹ്മാൻ ഉള്ള മേരിലാൻഡിലും നമസ്കാരങ്ങളിൽ സ്ത്രീ പുരുഷന്മാരുടെയും കുട്ടികളുടെയും നല്ല ഹാജറുണ്ടായിരുന്നു. ഒരുപാട് പേരുണ്ടായിരുന്നു. ഞാൻ അവരുടെ മുമ്പാകെ കടന്നു പോകുമ്പോൾ അവർ പ്രകടമാക്കിയിരുന്ന വിചാരങ്ങളിൽ നിന്നും അവരുടെ ഖിലാഫത്തിനോടുള്ള സ്നേഹവും ബന്ധവും ആത്മാർത്ഥതയും കൂറും എനിക്ക് പ്രത്യക്ഷമായ നിലയിൽ കാണാമായിരുന്നു. അഭ്യസ്ത വിദ്യരും ധനാഢ്യരും ഭൗതിക നിലയിൽ തിരക്ക് പിടിച്ച മനുഷ്യരും നമസ്കാരത്തിനായി മണിക്കൂറുകളോളം വരി നിൽക്കുമായിരുന്നു. പള്ളിയുടെ അകത്ത് അവർക്ക് നമസ്കരിക്കാൻ സ്ഥലം ലഭിക്കാനായി. വെറുതെ ഇരിക്കുന്നവർ മാത്രമല്ല വന്നിരുന്നത്. അവരിലുള്ള ഈ പരിവർത്തനവും ഒരു കാര്യം പ്രകടമാക്കുന്നുണ്ട്, അല്ലെങ്കിൽ അവരുടെ ഈ പെരുമാറ്റത്തിൽ നിന്നും സ്പഷ്ടമാകുന്ന ഒരു സംഗതി, അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ ദീനിനോടും ജമാഅത്തിനോടുമുള്ള സ്നേഹം അവരുടെ ഹൃദയങ്ങളിൽ അങ്കുരിച്ചിരിക്കുന്നു എന്നാണ്. 10-12 വയസ്സുള്ള കുട്ടികൾ പോലും 5-6 മണിക്കൂറുകൾ വരി നിൽക്കുമായിരുന്നു. കാരണം ചെക്കിങ്ങും കോവിഡ് ടെസ്റ്റും എല്ലാമായി ഒരുപാട് സമയമെടുത്തിരുന്നു. എന്നാൽ ഒരിക്കലും ആരും തന്നെ അതേക്കുറിച്ച് ഒരു പരാതിയും പറഞ്ഞില്ല. സൈനിലെ അതിഥികളോ ജമാഅത്തിനകത്തുള്ളവരോ ആരും തന്നെ ഒന്നും പറഞ്ഞില്ല. മാത്രമല്ല, ഇത് കണ്ട് ഒരു അതിഥി പ്രകാരം പറഞ്ഞു, ഇവിടെയുള്ള സംവിധാനം എത്ര സ്മൂത്തായാണ് നടക്കുന്നത്, എത്ര സുഗമമായാണ് നടക്കുന്നത്.
കൃത്യമായ പരിശോധനകൾ നടക്കുന്നു. ദീർഘസമയം എടുക്കുന്നുണ്ടായിരുന്നു. എന്നിട്ടും ആരും ഒരു ആക്ഷേപവും ഉന്നയിച്ചില്ല. മറിച്ച് ജമാഅത്ത് അംഗങ്ങളും വ്യവസ്ഥിതിയോട് പൂർണ്ണ അനുസരണത്തിന്റെയും ആത്മാർത്ഥതയുടെയും കൂറിന്റെയും മാതൃക കാണിക്കുകയുണ്ടായി. 12 വയസ്സുള്ള ഒരു കുട്ടിയുടെ മാതാപിതാക്കൾ എന്നോട് ഇപ്രകാരം പറഞ്ഞു: താങ്കൾ ഇവിടെ വന്നതിന് ശേഷം ഞങ്ങളുടെ മകൻ പള്ളിയിൽ അകത്ത് കയറാനായി 5-6 മണിക്കൂർ മുമ്പ് തന്നെ വരി നിൽക്കുന്നു. മറ്റൊന്നിനെ കുറിച്ചും ഒരു ചിന്തയും ഇല്ല. എന്നാൽ ഇതിനു മുമ്പ് ഇത്ര ചിന്തയോടുകൂടി നമസ്കാരത്തിന് വന്നിട്ടുണ്ടായിരുന്നില്ല. ഏതായാലും ആൺകുട്ടികളും പെൺകുട്ടികളും സന്തോഷവും എന്നോടുള്ള ബന്ധവും പ്രകടിപ്പിച്ചതായി എനിക്ക് കാണാൻ സാധിച്ചു. അത് ജമാഅത്തിനു മേലുള്ള അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹമാണ്. നമസ്കാരങ്ങളിൽ എല്ലായിടങ്ങളിലും ഉണ്ടായിരുന്ന ഹാജർ നിലവാരം അവിടെയുള്ള സംഘാടകർ പ്രതീക്ഷിച്ചതിനേക്കാളും കൂടുതലായിരുന്നു. പള്ളികളോടുള്ള അവരുടെ ഈ ബന്ധവും ആരാധനകളെ കുറിച്ചുള്ള അവരുടെ ചിന്തയും സുസ്ഥിരവും സദാ നിലനിൽക്കുന്നതുമാകാനും പള്ളികൾ എപ്പോഴും സജീവമാകാനും അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ജമാഅത്ത് അംഗങ്ങൾ പ്രകടിപ്പിച്ച ആത്മാർത്ഥതയുടെയും വിശ്വസ്തതയുടെയും കാഴ്ച അവരിൽ എന്നെന്നും നിലനിൽക്കുമാറാകട്ടെ. ആളുകളൊക്കെ കരുതുന്നത് അമേരിക്ക പോലുള്ള രാജ്യങ്ങളിലെ ജനങ്ങൾ മതത്തെ പാടെ വിസ്മരിക്കുന്നു എന്നാണ്. എന്നാൽ എനിക്ക് ഇവിടെ ബഹുഭൂരിഭാഗം പേരും അക്കാര്യത്തിലേക്ക് ശ്രദ്ധയും ചിന്തയുമുള്ളവരായാണ് കാണാൻ സാധിച്ചത്. ധനത്യാഗത്തിൽ ദൗർബല്യം കാണിക്കുന്നവർ പോലും തങ്ങൾക്കും തങ്ങളുടെ സന്താന പരമ്പരയ്ക്കും ദീനുമായും ഖിലാഫത്തുമായും ഒട്ടിച്ചേർന്ന് നിൽക്കാനായി പ്രത്യേകം ദുആക്ക് അപേക്ഷിക്കുകയുണ്ടായി. ഇപ്രകാരം അള്ളാഹു ജമാഅത്ത് അംഗങ്ങളുടെയും അമേരിക്കക്കാരുടെയും ആത്മാർത്ഥതയും കൂറും സദാ വർദ്ധിപ്പിച്ചു കൊണ്ടിരിക്കുമാറാകട്ടെ. അതുപോലെ ലജ്ന, ഖുദ്ദാം, അൻസാർ എന്നിവർ കൂടാതെ കുട്ടികളും ഈ കാലയളവിൽ വളരെ അത്യധ്വാനത്തോടെ ഡ്യൂട്ടികൾ നിർവഹിക്കുകയുണ്ടായി. സ്ത്രീ പുരുഷന്മാർ ഒരുപാട് നാളുകൾ ഉറക്കമൊഴിച്ചാണ് ഇതിനു വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ നടത്തിയത്. ഞാൻ സൂചിപ്പിച്ച പോലെ അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ എല്ലായിടങ്ങളിലും ഹാജർ നിലവാരവും വളരെ അധികമായിരുന്നു. ആയിരങ്ങളായിരുന്നു അവിടെ സന്നിഹിതരായത്. ബൈത്തുർ റഹ്മാനിൽ ജൽസക്കുള്ള ഹാജറിനേക്കാൾ കൂടുതൽ അവിടെ ഹാജരുണ്ടായിരുന്നു. എന്നാൽ വളരെ വ്യവസ്ഥാപിതമായ നിലയിൽ അവർ ജോലികൾ ഭംഗിയായി നിറവേറ്റുകയുണ്ടായി. അമേരിക്കയിലെ ജമാഅത്ത് അംഗങ്ങളുടെ ആത്മാർത്ഥതയുടെയും കൂറിന്റെയും അവർ പ്രകടിപ്പിച്ച ഈ നിലവാരം അള്ളാഹു മേൽക്കുമേൽ ഉയർത്തുമാറാകട്ടെ. ഈ പരിവർത്തനങ്ങൾ താൽക്കാലികമാകാതിരിക്കട്ടെ, മറിച്ച് സുസ്ഥിരമാകട്ടെ. ഇനി ഞാൻ അന്യരുടെ ചില പ്രതികരണങ്ങൾ വിവരിക്കുന്നതാണ്. അള്ളാഹു അന്യരുടെ ഹൃദയങ്ങളിലും അനിതര സാധാരണമായ പ്രഭാവം ചെലുത്തുകയുണ്ടായി. അള്ളാഹു അവരുടെ നെഞ്ചകങ്ങളെ കൂടുതൽ വിശാലമാക്കട്ടെ. ഇവർ സത്യത്തെ തിരിച്ചറിയുന്നവരാകട്ടെ. ഏതായാലും ചില ഫീഡ്ബാക്കുകൾ ഇവിടെ ഞാൻ അവതരിപ്പിക്കുകയാണ്. ആദ്യമായി സൈനിൽ നിർമ്മിതമായ ഫത്ഹെ അസീം എന്ന പള്ളിയുടെ ഉദ്ഘാടന ചടങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അവതരിപ്പിക്കുന്നതാണ്. അവിടെ നടന്ന പരിപാടിയിൽ 161 അമുസ്ലിങ്ങളും അനഹമ്മദികളുമായ അതിഥികൾ പങ്കെടുക്കുകയുണ്ടായി. അവരിൽ കോൺഗ്രസ്മെൻ, കോൺഗ്രസ് വിമൻ, മേയർമാർ, ഡോക്ടർമാർ, പ്രൊഫസർമാർ, ടീച്ചർമാർ, വക്കീലുമാർ, എഞ്ചിനീയർമാർ, സെക്യൂരിറ്റി വിഭാഗങ്ങളിലെ പ്രതിനിധികൾ, അതുപോലെ ജീവിതത്തിലെ പല മേഖലകളുമായി ബന്ധം വെക്കുന്നവർ എന്നിവർ സന്നിഹിതരായിരുന്നു. സയൻ നഗരത്തിലെ മേയറായ ഓണറബിൾ ബില്ലി മേക്കിനി ഇപ്രകാരം ഫീഡ്ബാക്ക് നൽകി വിവരിക്കുകയുണ്ടായി. ഫത്ഹെ അസീം മസ്ജിദിന്റെ ഉദ്ഘാടന വേളയിൽ അഹമ്മദിയ മുസ്ലിം ജമാഅത്തിന്റെ ആഗോള നേതാവിന് സയൻ പട്ടണത്തിലേക്ക് സ്വാഗതമോതുക എന്ന കാര്യം എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ അഭിമാനകരമാണ്. പറയുന്നു, ഇവിടെ സയനിൽ നമ്മുടെ മോട്ടോ മുദ്രാവാക്യം ഹിസ്റ്റോറിക് പാസ്റ്റ് ആൻഡ് ഡൈനാമിക് ഫ്യൂച്ചർ എന്നതാണ്. നമ്മുടെ പട്ടണത്തിന്റെ ഹൃദയഭാഗത്തുള്ള ഈ മസ്ജിദ്, ഈ സുന്ദര മസ്ജിദ് ഈ മോട്ടയുടെ ഒരു ഉദാത്ത മാതൃകയാണ്. തുടർന്ന് പറയുന്നു, ഈ മസ്ജിദ് ഞങ്ങളുടെ ഭൂതകാലത്തിനും ഭാവിക്കുമിടയിൽ ഒരു പാലമായി തീരട്ടെ, അവിസ്മരണീയമാകട്ടെ എന്ന് ഞാൻ പ്രത്യാശിക്കുകയും അതിനായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു.
വളരെ വിശ്വാസ സാന്ദ്രമായ ഒരു കമ്മ്യൂണിറ്റിയുടെ പ്രതിനിധികളാൽ ഭരിതമാണ് ഈ മസ്ജിദ് എന്നറിയുമ്പോൾ എനിക്ക് സയന്റെ ഭാവിയെ പറ്റി ശുഭപ്രതീക്ഷയുണ്ട്. അഹമ്മദിയ ജമാഅത്ത് ഞങ്ങളുടെ പട്ടണത്തിൽ കൊണ്ടുവന്ന സന്ദേശത്തെക്കുറിച്ച് മനസ്സിലാക്കുമ്പോൾ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. അതുകൊണ്ട് നമ്മെക്കുറിച്ച് അന്യർക്കും നല്ല പ്രതീക്ഷയുണ്ട്. തുടർന്ന് പറയുന്നു, ക്രിസ്ത്യാനികളുമായി കരാറിൽ ഏർപ്പെട്ട ഇസ്ലാമിന്റെ പ്രവാചകൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആദരിക്കുന്ന ഒരു സംഘടനയാണ് ഇത്. തുടർന്ന് ഇപ്രകാരം എഴുതുന്നു, അഹമ്മദിയ മുസ്ലിം കമ്മ്യൂണിറ്റി ഈ നഗരത്തിൽ നടത്തിയ മഹത്തായ സൃഷ്ടി സേവനങ്ങൾക്കും ഈ പട്ടണത്തിന്റെ അഭിവൃദ്ധിക്കും പൊതുജനക്ഷേമ താൽപര്യാർത്ഥം നടത്തിയ പ്രവർത്തനങ്ങൾക്കും ഞാൻ നിങ്ങളോട് ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി അറിയിക്കുന്നു. ഞങ്ങൾ ഈ പട്ടണത്തിന്റെ താക്കോൽ അഹമ്മദിയ ജമാഅത്തിന്റെ ആഗോള നേതാവിന് സമർപ്പിക്കുന്നു. അനന്തരം അദ്ദേഹം പട്ടണത്തിന്റെ താക്കോൽ സമ്മാനിക്കുകയുണ്ടായി. സയൻ നഗര മേയർ വീണ്ടും വിവരിക്കുന്നു. കൂടുതൽ ഫീഡ്ബാക്ക് ഇപ്രകാരമാണ് അദ്ദേഹം അവതരിപ്പിക്കുന്നത്. ഞാൻ 1962 മുതൽ ഇവിടെ താമസിക്കുന്നുണ്ട്. സയൻ നഗരത്തിനും അഹമ്മദിയ ജമാഅത്തിനും ഈ പ്രോഗ്രാം ചരിത്ര പ്രസക്തമാണ്. തുടർന്ന് പറയുന്നു, അതായത് എന്നോട് നേരിട്ടും ഇദ്ദേഹം വളരെ വികാരഭരിതനായിക്കൊണ്ട് പറഞ്ഞു, താങ്കൾ ഇന്നെന്നെ സ്പീച്ച്ലെസ് ആക്കി, നിശബ്ദനാക്കി. പറഞ്ഞു, താങ്കളുടെ സാന്നിധ്യം വളരെ ഒരു ഉദാത്തമായ ഉത്കൃഷ്ടമായ അനുഭവമാണ് എനിക്ക് സമ്മാനിക്കുന്നത്. ഇല്ലനോയ് ജനറൽ അസംബ്ലി മെമ്പർ ബഹുമാനിയ ജോയ്സ് മേസൺ ഇപ്രകാരം ഫീഡ്ബാക്ക് നൽകുകയുണ്ടായി. പറയുന്നു, ഇവിടെ സയനിലെ മസ്ജിദ് ഫത്തേഹ് അസീമിന്റെ ഉദ്ഘാടന പരിപാടിയുടെ ഭാഗമാക്കുക എന്ന കാര്യം എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ ശ്രേയസ്കരമാണ്. സയൻ അഹമ്മദിയ മുസ്ലിം ജമാഅത്തിന് ചരിത്ര പ്രസക്തമായ ഒരു പട്ടണമാണ്. ഇന്നത്തെ ദിവസം ഈ നഗരത്തിന് വളരെ സവിശേഷതയുണ്ട്. കഴിഞ്ഞ നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ അലക്സാണ്ടർ ഡോയിയാണ് ഈ നഗരത്തിന് അടിത്തറ പാകിയത്. അദ്ദേഹം ഇതിനെ ഒരു തിയോക്രാറ്റിക് സിറ്റി ആക്കണമെന്നായിരുന്നു ആഗ്രഹിച്ചത്. അദ്ദേഹത്തെ അംഗീകരിക്കാത്തവർക്ക് വേണ്ടി ഈ നഗര കവാടം തുറക്കുമായിരുന്നില്ല. എന്നാൽ ഇന്ന് സയൻ നഗരം മതവൈവിധ്യങ്ങളുടെയും വൈജാത്യങ്ങളുടെയും കേന്ദ്രമാണ്. മതവിദ്വേഷം വെച്ചു പുലർത്തുന്നവർക്കെതിരെ വിശ്വാസികളുടെ പ്രാർത്ഥനകൾക്കുള്ള വിജയത്തിന്റെ തെളിവാണ് ഈ മസ്ജിദ്. ഞാൻ അഹമ്മദിയ മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് ഈ മഹത്തായ വിജയത്തിൽ എൻ്റെ അഭിനന്ദനം അറിയിക്കുന്നു. അങ്ങനെ അന്യർക്കും ഈ വെല്ലുവിളിയെക്കുറിച്ച് നല്ലവണ്ണം അറിയാൻ സാധിച്ചു. തുടർന്ന് പറയുന്നു, അഹമ്മദിയ ജമാഅത്തിന് ഇമാം ലോക സമാധാനത്തിന്റെ വക്താവായ ഒരു മുസ്ലിം നേതാവാണ്. തുടർന്ന് അദ്ദേഹം പറഞ്ഞു, സമാധാന സംസ്ഥാപനത്തിന് ഊന്നൽ നൽകിക്കൊണ്ട് ലോകത്തിലെ നിയമനിർവാഹകരോടും മറ്റ് നേതാക്കളോടും സംവദിക്കുന്ന ഒരു ഇമാമാണ് നിങ്ങൾക്കുള്ളത്. തുടർന്ന് എഴുതുന്നു, സമാധാന തൽപരരും അതുപോലെ പരോപകാരികളുമായ ഒരു ജമാഅത്തിലെ അംഗങ്ങൾ ഇവിടെ അധിവസിക്കുന്നതും ഇത്ര സുന്ദരമായ ഒരു മസ്ജിദ് നിർമ്മിക്കാൻ ഇവിടെ തീരുമാനമെടുത്തതും സയൻ നഗരത്തിന്റെ സൗഭാഗ്യമാണ്. ഈ പട്ടണത്തിനും ഇതിന് ചുറ്റുപാടുമുള്ള പ്രദേശങ്ങൾക്കും പ്രതീക്ഷയുടെ കേരളമായി മാറട്ടെ ഇത് എന്ന് ഞാൻ പ്രത്യാശിക്കുന്നു. ഞാൻ ഈ കമ്മ്യൂണിറ്റിയുടെ പുതിയ മസ്ജിദിന്റെ ഉദ്ഘാടനത്തിൽ അവർക്ക് അഭിനന്ദനം അറിയിച്ചുകൊണ്ട് പാർലമെന്റിൽ ഒരു പ്രമേയം അവതരിപ്പിക്കുകയാണ്. ശേഷം ഡോക്ടർ കട്രീന ലാൻഡസ് പറയുന്നു, അവർ ലാൻഡസ് ഫൗണ്ടേഷൻ ഫോർ ഹ്യൂമൻ റൈറ്റ്സ് ആൻഡ് ജസ്റ്റിസിന്റെ അധ്യക്ഷയാണ്. പറയുന്നു, എനിക്ക് അഹമ്മദിയ ജമാഅത്തുമായി ഉള്ള ജമാഅത്തിൽ അംഗങ്ങളുമായി കൂടിക്കാഴ്ച നടത്തുമ്പോഴൊക്കെ എൻ്റെ ആത്മീയതയിൽ വർധനമുള്ളതായി എനിക്ക് തോന്നുന്നു. തുടർന്ന് പറയുന്നു, ഇവിടെ സയനിൽ വെച്ച് നടന്ന പ്രാർത്ഥനാ സമരത്തെക്കുറിച്ച്, മുബാഹിലയെ കുറിച്ച് കേട്ടപ്പോൾ എനിക്ക് വളരെ അത്ഭുതമുണ്ടായി. കാരണം ആ കാലഘട്ടത്തിൽ മൊബൈൽ ഫോൺ, കമ്പ്യൂട്ടർ, മറ്റ് ആശയവിനിമയ മാർഗങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. എന്നിട്ടും ആ മത്സരം അത്രയും പ്രചാരം നേടുകയുണ്ടായി. ഒരു വശത്ത് ഡോക്ടർ ജോൺ ഡോയി പരസ്പര ഭിന്നിപ്പിന്റെയും വിദ്വേഷത്തിന്റെയും വെറുപ്പിന്റെയും കാഴ്ചപ്പാട് വെച്ചു പുലർത്തുകയും മറുവശത്ത് അഹമ്മദിയ ജമാഅത്തിന്റെ വന്ധ്യസ്ഥാപകൻ പരസ്പര ബഹുമാനത്തിന്റെയും സഹിഷ്ണുതയുടെയും കാഴ്ചപ്പാട് മുന്നോട്ട് വെക്കുകയും ചെയ്തിരുന്നു. അദ്ദേഹം ഇതിന്റെ പരിണാമം പൂർണ്ണമായും ദൈവകരങ്ങളിൽ ഭരമേൽപ്പിച്ചിരുന്നു. തുടർന്ന് എന്താണ് പര്യവസാനമുണ്ടായതെന്ന് നമുക്കറിയാം. ആ മുബാഹിലയിൽ വിജയമുണ്ടായത് ആർക്കാണെന്ന് നമുക്കറിയാം. ഇപ്പോൾ ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടാൻ പോകുന്ന മസ്ജിദിന്റെ പേര് ഫത്തേഹ് അസീം എന്നാണ് വച്ചിരിക്കുന്നത്. അതിന്റെ അർത്ഥം മഹത്തായ വിജയം എന്നാണ്. അഹമ്മദിയ ജമാഅത്തിനും അഹമ്മദിയ ജമാഅത്തിന്റെ വന്ധ്യസ്ഥാപകർക്കും ലഭിച്ച വിജയമാണിത്.
തുടർന്ന് പറയുന്നു, ഞാൻ കരുതുന്നത് ഇത് അഹമ്മദിയ ജമാഅത്തിന്റെ വിജയം മാത്രമല്ല, മാനവികതയുടെ മൊത്തത്തിലുള്ള വിജയം കൂടിയാണ് എന്ന് വേണം നമ്മൾ പറയാൻ എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം ഇത് മുഖേന പരസ്പര ബഹുമാനത്തിന്റെയും സ്നേഹത്തിനും സഹിഷ്ണുതക്കും വിജയം ലഭിക്കുകയുണ്ടായി. അതിന്റെ ഒരു മാതൃകയാണ് ഇതിനെ ഈ മഹത്തായ ജമാഅത്തിൽ നമ്മൾ വീക്ഷിക്കുന്നത്. തുടർന്ന് പറയുന്നു, നമ്മൾ ഇന്നിവിടെ വളരെ സുന്ദരവും സമാധാനപൂർണവുമായ അന്തരീക്ഷത്തിൽ ഒത്തുചേരുമ്പോൾ പാകിസ്ഥാനിൽ ഉള്ള അഹമ്മദികളെയും നാം സ്മരിക്കേണ്ടതുണ്ട്. കാരണം അവർക്ക് തങ്ങളുടെ മതത്തിന്റെ പേരിൽ ദിനേന വിവരണാതീതമായ നിലയിൽ അതിക്രമങ്ങളും പീഡനങ്ങളും മർദ്ദനങ്ങളും വിദ്വേഷങ്ങളും അഭിമുഖീകരിക്കേണ്ടി വരുന്നു. ഒരു ഭരണകൂടം നിലനിൽക്കെ പോലും അവർ അനാഥരായി ഒറ്റപ്പെട്ടവരായി അനുഭവിക്കുന്നവരാണ്. തുടർന്ന് സയന്റെ മുൻ കമ്മീഷണർ MS മോങ് സാഹിബ് തന്റെ ഫീഡ്ബാക്ക് ഇപ്രകാരം രേഖപ്പെടുത്തി, ഞാൻ കരുതുന്നത് നിങ്ങളുടെ അധ്യാപനങ്ങൾ എല്ലാ കാര്യങ്ങളെയും ഉൾക്കൊള്ളിച്ചു കൊണ്ടുള്ളതാണെന്നാണ്. ലോകത്തിന് ഇതേക്കുറിച്ച് കൂടുതൽ അറിവ് ലഭിക്കേണ്ടതുണ്ട്. ഇന്നത്തെ കാലഘട്ടത്തിൽ ലോകത്ത് നിലവിലുള്ള സുന്ദരമായ ചുരുളെഴുതാത്ത രഹസ്യമാണിത്. ഞാൻ എൻ്റെ മുന്നിൽ മേശപ്പുറത്തിരിക്കുന്ന നിങ്ങളുടെ ബ്രൗഷർ നോക്കുമ്പോൾ അതിൽ നീതി, ന്യായം, ആത്മാർത്ഥത, സ്നേഹം എന്നിവയുടെ സന്ദേശം എനിക്ക് കാണാൻ സാധിക്കുന്നു. ഇവയൊക്കെ തന്നെയാണ് ഇന്ന് ലോകത്തിന് ആവശ്യം. വെറുപ്പില്ലാതാക്കിയാൽ ഈ ലോകം സ്വർഗതുല്യമാകും. ഈ സന്ദേശം ആലോകരെല്ലാം കേൾക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ലോകത്തുള്ള എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള ഏക പ്രതിവിധിയും ഇത് തന്നെയാണ്. പ്രൊഫസർ ക്രേഗ് കോൺസിഡൻ അദ്ദേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവചരിത്രത്തിൽ ഒരു ഗ്രന്ഥം രചിച്ചിട്ടുണ്ട്. അദ്ദേഹം ക്രിസ്ത്യാനിയാണ്, വളരെ യാഥാസ്ഥിക ക്രിസ്ത്യാനിയാണ്. അദ്ദേഹം പറയുന്നു, കാലത്തിന്റെ ഖലീഫ എന്നോട് ഒരു പഴയകാല സുഹൃത്തിനെ പോലെ കൂടിക്കാഴ്ച നടത്തിയപ്പോൾ ഞാൻ വികാരഭരിതനായിപ്പോയി. അഹമ്മദിയ ജമാഅത്തിന്റെ ഇമാമിന്റെ പ്രഭാഷണം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അത് മുഖേന ഇസ്ലാമിനെ കുറിച്ചും എൻ്റെ അറിവിൽ വർധനവുണ്ടായി. ഈ പ്രഭാഷണത്തിന്റെ കണ്ടന്റ് ലഭിച്ചാൽ അത് ഞാൻ എൻ്റെ അടുത്ത പുസ്തകത്തിനായി ഉപയോഗിക്കുന്നതായിരിക്കും. തുടർന്ന് പറയുന്നു, അഹമ്മദിയ ഇമാം വളരെ സുന്ദരവും ലളിതവുമായ വാക്കുകളാലാണ് ഇവിടെ വിഷയാവതരണം നടത്തിയിട്ടുള്ളത്. ഓരോ സാധാരണക്കാരനും വളരെ എളുപ്പം ഇത് ഗ്രഹിക്കാൻ സാധിക്കും. തുടർന്ന് പറയുന്നു, മനുഷ്യന്റെ എല്ലാ മൂല്യങ്ങളും സ്വായത്തമാക്കാനും പരസ്പര ബഹുമാനവും സഹിഷ്ണുതയും ആദരവും പ്രതിപക്ഷ ബഹുമാനവും നേടാനും അദ്ദേഹം ഉണർത്തുകയുണ്ടായി. അക്കാര്യം എനിക്ക് പ്രത്യേകം ബോധിച്ചു. തുടർന്ന് പറയുന്നു, സത്യത്തിൽ അദ്ദേഹം നാം എല്ലാവരെയും പരസ്പരം സ്നേഹത്തിലേക്കാണ് ക്ഷണിക്കുന്നത്. അദ്ദേഹം അവിടെ തന്നെ ഇരുന്ന് 1 മണിക്കൂർ മുഴുവനും ഖുതുബയും കേൾക്കുകയുണ്ടായി. തുടർന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞു, ഇതുപോലൊരു ഖുതുബ ഞാൻ ഇതിനു മുമ്പ് കേട്ടിട്ടേ ഇല്ല. ഇല്ലനോയിക്കാരനായ ഒരു അതിഥി മെലഡി ഹാൾ പറയുന്നു, ഞാൻ പ്രൊഡക്റ്റ് ഡെവലപ്മെന്റ് മാനേജറാണ്. ഈ പരിപാടി വളരെ രസകരമായിരുന്നു. ഇത് ഞാൻ വളരെയധികം ആസ്വദിച്ചു. ഞാൻ സൊസൈറ്റിയിൽ മതവിദ്വേഷം വെച്ച് പുലർത്തുന്ന വ്യക്തികൾക്ക് ഒരു സ്ഥാനവുമില്ല എന്ന ജമാഅത്തിന്റെ ഇമാമിന്റെ ഈ സന്ദേശം വളരെ ഗംഭീരമായിരുന്നു. അദ്ദേഹത്തെ കാണുന്നതും അദ്ദേഹത്തിന്റെ വാക്കുകൾ ശ്രവിക്കുന്നതും വളരെ വ്യതിരിക്തവും വളരെ നല്ല മതിപ്പുളവാക്കുന്നതുമാണ്. ഞാൻ വളരെയധികം ആസ്വദിച്ചു. പ്രാർത്ഥനയുടെ ആയുധമാണ് നാം ഉപയോഗിക്കേണ്ടതും വിനിയോഗിക്കേണ്ടതും എന്ന് അഹമ്മദിയ ജമാഅത്തിന്റെ ഇമാം പറഞ്ഞത് എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. മറ്റൊരു അതിഥിയായ ജെഫ് ഫെൻഡർ പറയുന്നു, ഞാനൊരു സർട്ടിഫൈഡ് പബ്ലിക് അക്കൗണ്ടന്റ് ആണ്. റിയൽ എസ്റ്റേറ്റിന്റെ പണിയും ചെയ്യാറുണ്ട്. ഇതെന്റെ ആദ്യത്തെ അനുഭവമാണ്. ഞാൻ വളരെയധികം ആകർഷണനാകുകയുണ്ടായി. ഇവിടെ പള്ളിയുടെ ഉദ്ഘാടനത്തിൽ പങ്കെടുക്കുക എന്നത് എൻ്റെ ജീവിതത്തിലെ ഒരു അസുലഭ മുഹൂർത്തമാണ്. പിന്നെ എൻ്റെ പ്രഭാഷണത്തെക്കുറിച്ച് വളരെ അധികം സ്വാധീനം ഉണ്ടായി എന്ന് പറയുകയുണ്ടായി. തുടർന്ന് പറഞ്ഞു, നിങ്ങളെക്കുറിച്ച് എനിക്ക് ഒരുപാട് പുതിയ അറിവ് ലഭിച്ചു. മുബാഹിലേക്കുള്ള ക്ഷണം, ഈ പ്രാർത്ഥനാ സമരത്തിനുള്ള ആഹ്വാനം എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ കാര്യമായിരുന്നു. അതേക്കുറിച്ച് ഞാൻ കൂടുതൽ പഠിക്കുന്നതാണ്. ഇങ്ങനെ തബ്ലീഗിന്റെ പുതിയ മാർഗങ്ങളും വാതായനങ്ങളും തുറക്കപ്പെടുന്നു. ഒരു ഹൈസ്കൂൾ ടീച്ചറായ മെറ്ററൻഡർ പരിപാടിയിൽ വന്നിരുന്നു. അദ്ദേഹം പറയുന്നു, അഹമ്മദിയ ഇമാമിന്റെ സന്ദേശവും അദ്ദേഹത്തിന്റെ വിവരണ രീതിയും എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. എന്നെ പോലെയുള്ള ഒരുപാട് പേർക്ക് ഈ സന്ദേശം വളരെ എളുപ്പം ഗ്രഹിക്കാൻ സാധിക്കുന്നതാണ്. എമർജൻസി സർവീസ് മേഖലയിലുള്ള മേരി ലോ ഹൈൽ ബ്രാൻഡ് ഹിൽ ബെർണാണ്ടും ഈ പ്രോഗ്രാമിൽ പങ്കെടുത്തിരുന്നു. പറയുന്നു, ഞാൻ വളരെയധികം ഈ പരിപാടിയിൽ പ്രഭാവിതനായി. നിങ്ങളുടെ സന്ദേശത്തിൽ ആത്മാർത്ഥത തുളുമ്പി നിൽക്കുന്ന ഒരു കാപട്യവും ഉണ്ടായിരുന്നില്ല. എല്ലാ വിധത്തിലും സത്യപൂർണവും സംശുദ്ധവുമായ രീതിയായിരുന്നു. എല്ലാവർക്കും നിങ്ങളുടെ ദിനേനയുള്ള ജീവിതത്തെക്കുറിച്ച്
ഇത് വെച്ച് അനുമാനിക്കാൻ സാധിക്കും. ഡോക്ടർ ജെസ്സി റോഡ്രിഗ്സും ഈ പരിപാടിയിൽ സന്നിഹിതനായിരുന്നു. വെൻഡഡ് പ്രദേശത്തെ സ്കൂൾ സൂപ്രണ്ടന്റാണ് അദ്ദേഹം പറയുന്നു, ജമാഅത്ത് അഹമ്മദിയയുടെ ഇമാമിന്റെ പ്രഭാഷണത്തിന്റെ കേന്ദ്ര ബിന്ദു എന്നത് പരസ്പര ഐക്യമായിരുന്നു. വളരെ മഹത്തായ സന്ദേശമായിരുന്നു. എല്ലാ മതങ്ങൾക്കും അതിൻ്റെതായ പ്രാധാന്യങ്ങളുണ്ട് എന്ന് നമുക്ക് ഐക്യപ്പെടാൻ കഴിയും, സമരസപ്പെടാൻ കഴിയും എന്ന് താങ്കൾ പറഞ്ഞു. അത് വളരെ മികച്ചതായിരുന്നു. മനുഷ്യത്വത്തിന്റെ അവകാശങ്ങളെക്കുറിച്ചും മനുഷ്യകുലത്തിന് സേവനം ചെയ്യുന്നതിന് പ്രയത്നങ്ങളെക്കുറിച്ചുമുള്ള കാര്യങ്ങൾ വളരെയധികം സ്വാധീനം ചെലുത്തുന്നവയായിരുന്നു. എല്ലാവരോടും സ്നേഹം, ആരോടുമില്ല വെറുപ്പ് എന്ന നിങ്ങളുടെ മുദ്രാവാക്യം എല്ലാ സമൂഹങ്ങളിലും എല്ലാ മതങ്ങളിലും പ്രത്യേകമായി സയൻ നഗരത്തിലും പ്രതിധ്വനി കൊള്ളുകയാണ്. ഈ സന്ദേശം വളരെ അത്യാവശ്യമായ ഒന്നാണ്. പകർച്ചവ്യാധിക്ക് ശേഷം നമ്മുടെ കുടുംബങ്ങളുടെയും വിദ്യാർത്ഥികളുടെയും മൂല്യങ്ങളിലും സമ്പത്തിലും തകർച്ച ഏർപ്പെട്ടിട്ടുണ്ട്. ഈ പ്രശ്നങ്ങളിൽ നിന്നും കരകയറാൻ നമുക്ക് ഈ സന്ദേശം വളരെ അത്യന്താപേക്ഷിതമാണ്. മറ്റൊരു അതിഥിയും അവിടെ പങ്കെടുത്തിരുന്നു. ഇദ്ദേഹം സയനിലെ പള്ളിക്ക് വേണ്ടി തറക്കല്ലിട്ടിരുന്നു. അദ്ദേഹം പറയുന്നു, ഇന്ന് മനോഹരമായ ദിവസമാകുന്നു. കഴിഞ്ഞ വർഷം എനിക്ക് ഈ പള്ളിയുടെ തറക്കല്ലിടുന്നതിനുള്ള ഭാഗ്യം ലഭിച്ചിരുന്നു. ഇത് പൂർത്തിയായി കാണും എന്ന സന്തോഷത്തിലായിരുന്നു ഞാൻ. താങ്കളുടെ പള്ളി നമ്മുടെ സമൂഹത്തിൽ പ്രതീക്ഷയുടെയും സൗഹൃദത്തിൻ്റെയും ഉറവിടമാണ്. സയനിലെ പോലീസ് ചീഫ് എറിക് സാഹിബ് പറയുന്നു, വളരെ നല്ല പരിപാടിയായിരുന്നു. എല്ലാവരുടെ ഭാഗത്തു നിന്നും സ്നേഹവും ആത്മാർത്ഥതയും കണ്ട് എനിക്ക് വളരെയധികം സന്തോഷമുണ്ടായി. താങ്കൾ ആരാണ് എന്ന കാര്യത്തിനല്ല, മറിച്ച് പരസ്പരം കരുതലും ശ്രദ്ധയുമുള്ളവരാണ് എന്ന കാര്യത്തിനാണ് പ്രാധാന്യം എന്നത് എത്ര മനോഹരവും ഉദാത്തവുമായ സന്ദേശമാണ്. ഒരു അതിഥി ജെന്നിഫർ പറയുന്നു, താങ്കളുടെ ജമാഅത്തിന്റെ തത്വങ്ങൾ വളരെ ഉന്നത നിലവാരത്തിലുള്ളതാണ്. നിങ്ങൾ സയൻ നഗരത്തിലേക്ക് കാൽവെക്കുമ്പോൾ നിങ്ങൾക്ക് പഴയ കെട്ടിടത്തിൽ നിങ്ങളുടെ മോട്ടോ ആയ എല്ലാവരോടും സ്നേഹം, ആരോടുമില്ല വെറുപ്പ് എന്ന സന്ദേശം കാണാൻ സാധിക്കും. അതിൻ്റെ സ്വാധീനം നിങ്ങളിൽ എപ്പോഴും നിലനിൽക്കും. ആ ശബ്ദം നിങ്ങളിൽ തന്നെ നിലകൊള്ളും. ഇതുതന്നെയാണ് സയൻ നഗരത്തിന്റെ യഥാർത്ഥ ആത്മാവും അന്തസത്തയും. മറ്റൊരു അതിഥി സയൻ ടൗൺഷിപ്പിന്റെ സൂപ്പർവൈസറായ ചെറിനെ സാഹിബ് പറയുന്നു, പലതരത്തിലുള്ള ഏർപ്പാടുകളും സംഘടനകളും കണ്ട് ഞാൻ അത്ഭുതപ്പെട്ടു. നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യം പൂർത്തീകരിച്ചതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. മറ്റൊരു അതിഥി പറയുന്നു, ലക്ഷക്കണക്കിന് ജനങ്ങളെ പ്രതിനിധീകരിക്കുകയും ജനങ്ങളെ പരസ്പരം ബന്ധിപ്പിക്കുകയും നാം എല്ലാവരും ഒന്നാണെന്നും ഒറ്റക്കെട്ടാണെന്നും എല്ലാ മതങ്ങൾക്കും പ്രാധാന്യം നൽകുകയും ചെയ്യുന്ന താങ്കളെ പോലെയുള്ള ഒരു മാർഗദർശി നമ്മുടെ ഇടയിൽ ഉള്ളതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഈ സന്ദേശം വളരെ നല്ലതും വളരെയധികം പ്രഭാവിതവുമാണ്. ഒരു വനിതയായ അതിഥി ഗ്ലോറിയ സാഹിബ് പറയുന്നു, സയൻ നഗരത്തിന്റെ ചരിത്രം വളരെ വിജ്ഞാനപ്രദമാണ്. ഞാൻ ഇവിടെ വസിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിലും ഈ സ്ഥലത്തെക്കുറിച്ചുള്ള പല കാര്യങ്ങളെയും കുറിച്ച് എനിക്ക് മുമ്പ് അറിവില്ലായിരുന്നു. മറ്റൊരു അതിഥി പ്രകാരം പറയുന്നു, ഈ പരിപാടി ഞാൻ വളരെയധികം ആസ്വദിച്ചു. ഈ സന്ദേശം എന്നിൽ വളരെയധികം സ്വാധീനം ചെലുത്തി. അതായത് എല്ലാവരോടും സ്നേഹം, ആരോടുമില്ല വെറുപ്പ് എന്ന നിങ്ങളുടെ മുദ്രാവാക്യത്തെക്കുറിച്ച് എനിക്ക് മുമ്പേ അറിയാമായിരുന്നെങ്കിലും ഇവിടെ വന്ന് നിങ്ങളെയെല്ലാം കണ്ടപ്പോൾ എനിക്ക് അതിനെക്കുറിച്ചുള്ള പൂർണ്ണ വിശ്വാസമുണ്ടായി. വളരെയേറെ കാര്യങ്ങൾ എന്നിൽ സ്വാധീനം ഉളവാക്കിയുണ്ടായി. തുടർന്ന് പറയുന്നു, എല്ലാ മതങ്ങളെയും സംരക്ഷിക്കുന്ന ഗ്രന്ഥം വിശുദ്ധ ഖുർആൻ മാത്രമാണ് എന്ന് അഹമ്മദിയ ജമാഅത്തിന് ഇമാം പറഞ്ഞപ്പോൾ അത് എനിക്കൊരു പുതിയ അറിവായിരുന്നു. മുൻപ് ഇതിനെക്കുറിച്ച് എനിക്ക് അറിവില്ലായിരുന്നു. ഒരു ഇന്ത്യൻ പ്രൊഫസർ ഷുബാന ശങ്കർ സാഹിബ ഇവർ ഞാനുമായി ഒരു കൂടിക്കാഴ്ച നടത്തിയിരുന്നു. സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി ഓഫ് ന്യൂയോർക്കിലെ പ്രൊഫസറാണ്. ഇവർ അബ്ദുസലാം റിസർച്ച് സെന്റർ ഇറ്റലിയിൽ ഗവേഷണം നടത്തിയിട്ടുണ്ട്. കുറച്ചു കാലം ഗാനയിലും ഉണ്ടായിരുന്നു. അവർ ഇപ്രകാരം പറയുകയുണ്ടായി, താങ്കൾ ഗാനയിൽ ഉണ്ടായിരുന്നല്ലേ, താങ്കളുടെ പ്രവർത്തനങ്ങൾ ഇപ്പോഴും അവിടെ നിലനിൽക്കുന്നുണ്ട്. അവർ പറഞ്ഞു, അഹമ്മദിയ ഗേൾസ് സ്കൂളിൽ നിന്നും വിദ്യാഭ്യാസം കരസ്ഥമാക്കിയ പല പ്രൊഫസർമാരോടും ഞാൻ സംസാരിക്കാൻ ഇടവന്നിട്ടുണ്ട് എന്ന് പ്രൊഫസർ സാഹിബ് പറഞ്ഞു. പെൺകുട്ടികൾക്കുള്ള വളരെ മികച്ച സ്കൂളാണ്. ഇവർ ആഫ്രിക്കയിൽ ജമാഅത്തിന്റെ വിദ്യാഭ്യാസ രംഗത്തുള്ള സേവനങ്ങളെ മറ്റുള്ളവർക്ക് മുമ്പിൽ കൊണ്ടുവരാൻ, ഹൈലൈറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. കൂടാതെ പടിഞ്ഞാറ് ആഫ്രിക്കയിലെ
അഹമ്മദികളെ കുറിച്ച് ഒരു പുസ്തകം എഴുതാനും ആഗ്രഹിക്കുന്നുണ്ട്. പ്രാദേശിക ഭാഷയിലും തർജ്ജമ ചെയ്യുന്നതിനായി ജമാഅത്തിന്റെ സഹായം ആവശ്യമുണ്ടെന്ന് അവർ പറയുകയുണ്ടായി. താങ്കൾക്ക് സഹായം ആവശ്യമായി വരുന്ന ഇടങ്ങളിലെല്ലാം ഞങ്ങൾ താങ്കളെ സഹായിക്കുന്നതാണ് ഇൻഷാ അല്ലാ എന്നും ഗാനയെ കൂടാതെ മറ്റു രാജ്യങ്ങളെയും കൂടി നിങ്ങൾ പരിഗണിക്കേണ്ടതുണ്ട് എന്നും ഞാൻ അവരോട് പറയുകയുണ്ടായി. പിന്നെ ഡാലസിൽ ബൈത്തുൽ ഇക്രാം മസ്ജിദിന്റെ ഉദ്ഘാടനം നടന്നു. ഇതിൽ 140 അമുസ്ലിങ്ങളും അനഹമ്മദികളുമായ അതിഥികൾ പങ്കെടുത്തിരുന്നു. ഇതിൽ രാഷ്ട്രീയക്കാർ, ഡോക്ടർമാർ, പ്രൊഫസർമാർ, അധ്യാപകന്മാർ, എഞ്ചിനീയർമാർ, വക്കീൽമാർ, സുരക്ഷാ വകുപ്പിലെ പ്രതിനിധികൾ, മറ്റു പല വകുപ്പുകളുമായി ബന്ധപ്പെട്ടവർ എന്നിവരൊക്കെ ഉണ്ടായിരുന്നു. എലൻ പട്ടണത്തിന്റെ സിറ്റി കൗൺസിലർ മെമ്പർ കാൾ പ്ലമിൻഷിക് എനിക്ക് നഗരത്തിന്റെ താക്കോൽ നൽകി. ഇദ്ദേഹം തന്റെ വികാരങ്ങൾ പ്രകടിപ്പിച്ചുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു: ബൈത്തുൽ ഇക്രാം മസ്ജിദിന്റെ ഉദ്ഘാടനത്തിന്റെ ചരിത്ര പ്രസക്തമായി പരിപാടിയിൽ പങ്കെടുക്കുക എന്നത് അഭിമാനകരമായ കാര്യമാണ്. ഞാൻ ഏലൻ പട്ടണത്തിലെ മേയറുടെ പേരിലും എല്ലാ സിറ്റി കൗൺസിലിന്റെ പേരിലും ജമാഅത്തെ അഹമ്മദിയുടെ ഈ നേട്ടത്തിൽ അഭിവാദ്യങ്ങളും ആശംസകളും അറിയിക്കുന്നു. മേയർ 2 ദിവസം മുമ്പ് പള്ളിയിൽ വരികയും എന്നെ നേരിട്ട് കാണുകയും ചെയ്തിരുന്നു. താൻ വിദേശത്തേക്ക് പോകുന്നതിനാൽ ഉദ്ഘാടന ചടങ്ങിൽ നേരിട്ട് പങ്കെടുക്കാൻ കഴിയില്ല എന്ന് ക്ഷമാപണം നടത്തിയിരുന്നു. തൻ്റെ പ്രതിനിധിയെ ഞാൻ അയക്കാമെന്നും പറഞ്ഞിരുന്നു. മേയർ വളരെ സൗഹാർദ്ദ മനോഭാവമുള്ള ഒരു വ്യക്തിയാണ്. മേയറിന്റെ പ്രതിനിധി പറയുന്നു: ദരിദ്രർക്കിടയിൽ ഭക്ഷണം വിതരണം ചെയ്യുക, ആവശ്യക്കാർക്കുള്ള വസ്ത്രങ്ങൾ ഏർപ്പാട് ചെയ്യുക തുടങ്ങിയ പല സന്ദർഭങ്ങളിലുമുള്ള ഈ പ്രദേശത്തെ ജനങ്ങളുടെ ആവശ്യമനുസരിച്ച് അഹമ്മദിയ ജമാഅത്ത് ചെയ്ത സഹായങ്ങളും സേവനങ്ങളെയും ഒക്കെ ഞങ്ങൾ ഇവിടെ അഭിനന്ദിക്കുകയാണ്. വീണ്ടും പറയുന്നു: സമാധാനപ്രിയരായ, മനുഷ്യകുലത്തെ സേവിക്കാൻ തൽപരരായ ഒരു സമൂഹം ഈ പട്ടണത്തെ തിരഞ്ഞെടുക്കുകയും അതിൽ ഒരു മനോഹരമായ പള്ളി നിർമ്മിക്കുകയും ചെയ്തത് ഏലൻ പട്ടണത്തിൻ്റെ സൗഭാഗ്യമായി ഞങ്ങൾ കരുതുന്നു. ഈ മസ്ജിദ് ഈ നഗരത്തിന് മാത്രമല്ല, ഈ പ്രദേശത്തിന് ചുറ്റുപാടും ഉള്ള എല്ലാ ഏരിയക്കും ഒരു പ്രതീക്ഷയുടെ കിരണമാകട്ടെ എന്ന് ഞാൻ പ്രത്യാശിക്കുന്നു. ഏലൻ നഗരവും ഡാലസ് നഗരത്തോട് വളരെ അടുത്ത് കിടക്കുന്ന ഒരു നഗരമാണ്. ഏകദേശം അതിൻ്റെ തന്നെ ഭാഗമായി ഇപ്പോൾ മാറിയിരിക്കുന്നു. അദ്ദേഹം ഏലൻ മേയറുടെ ഭാഗത്തു നിന്നും ഏലൻ പട്ടണത്തിൻ്റെ കൗൺസിലിൻ്റെ ഭാഗത്തു നിന്നും പട്ടണത്തിൻ്റെ താക്കോലും എനിക്ക് നൽകുകയുണ്ടായി. പ്രൊഫസർ ഡോക്ടർ റോബർട്ട് ഹാൻഡ്, സദേൺ മാത്യു ടെസ്റ്റ് പെർക്കൻ സ്കൂൾ ഓഫ് തിയോളജിയിൽ ഗ്ലോബൽ തിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിലെ ഡയറക്ടറാണ് അദ്ദേഹം. പരിപാടിയിൽ പങ്കെടുത്തിരുന്നു. പറയുന്നു: ഇന്നത്തെ ഈ ചരിത്ര പ്രസക്തമായ പരിപാടിയിൽ പങ്കെടുക്കാൻ എനിക്കും മാത്യു ടെസ്റ്റ് യൂണിവേഴ്സിറ്റിയിലെ എൻ്റെ സഹപ്രവർത്തകർക്കും ക്ഷണം നൽകിയ ജമാഅത്തിന് ആദ്യമായി ഞാൻ അഗൈതവുമായി നന്ദി രേഖപ്പെടുത്തുന്നു. ഇത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അഭിമാനകരമായ കാര്യമാണ്. തുടർന്ന് പറയുന്നു: മതപരമായ സ്വാതന്ത്ര്യവും മതങ്ങൾ തമ്മിലുള്ള ആശയവിനിമയം എന്നീ 2 കാര്യങ്ങളെ ഉയർത്തിപ്പിടിക്കുന്നതിനായി ജമാഅത്ത് അഹമ്മദിയയുടെ ഇമാം സ്വയം അർപ്പിച്ചിരിക്കുകയാണ്. ഈ 2 കാര്യങ്ങളും തമ്മിൽ പരസ്പരം ആഴത്തിൽ ബന്ധമുണ്ട്. കാരണം മതങ്ങൾ തമ്മിൽ പരസ്പര ധാരണയും പരസ്പര ബഹുമാനവും ഇല്ലാതിരിക്കുകയും ഭിന്നിപ്പിന്റെ സ്വരം ശക്തി പ്രാപിക്കുകയും ചെയ്യുന്നതായാൽ ഭിന്നിപ്പ് ഉടലെടുക്കുന്നതായിരിക്കും. ഈ കാര്യം ഞാൻ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നതെന്നാൽ, എൻ്റെ യൗവനത്തിൻ്റെ പകുതി ഭാഗവും ഞാൻ മതപരമായ ന്യൂനപക്ഷ വിഭാഗത്തിൽ ഉൾപ്പെടുന്ന ഒരു രാജ്യത്താണ് താമസിച്ചിരുന്നത്. തുടർന്ന് പറയുന്നു: അഹമ്മദിയ ജമാഅത്ത് അക്രമങ്ങൾക്ക് നിരന്തരം ഇരയായിട്ടുണ്ട് എന്നതിന് ചരിത്രം സാക്ഷിയാണ്. അതുകൊണ്ട് തന്നെ അഹമ്മദിയ ജമാഅത്ത് മതപരമായ സ്വാതന്ത്ര്യത്തിൻ്റെ പ്രയത്നങ്ങളിൽ മുൻനിരയിൽ നിലനിന്നിട്ടുണ്ട്. നാം തുറന്ന മനസ്സോടെ പരസ്പര ബഹുമാനത്തോടെ പെരുമാറിയില്ലെങ്കിൽ, അതുപോലെ വിശാല ചിന്താഗതി വെച്ചു പുലർത്തുന്നില്ലെങ്കിൽ, പിന്നെ നമുക്ക് ഭിന്നിപ്പിനെ നിയന്ത്രിക്കാൻ കഴിയാതെ വരികയും പ്രതിലോമ ചിന്താഗതികളെ, നെഗറ്റീവ് ചിന്തകളെ സമൂഹത്തിൽ നിന്നും ഇല്ലാതാക്കാൻ കഴിയാതെ വരികയും ചെയ്യുന്നതാണ്. റിപ്പബ്ലിക്കൻ കോൺഗ്രസ്മാൻ ഓണറബിൾ മൈക്കൽ മെക്കോൾ തൻ്റെ ചിന്തകൾ ഇപ്രകാരം പ്രകടിപ്പിക്കുകയുണ്ടായി. പറയുന്നു: ലോകത്തിലെ 3 വലിയ മതങ്ങളാണ് ജൂതമതം, ക്രിസ്തുമതം, ഇസ്ലാം എന്നിവ. ഇവ ഹദരത്ത് ഇബ്രാഹിം അലി ഇസ്ലാമുമായി തങ്ങളുടെ ചരിത്രത്തെ ബന്ധിപ്പിക്കുന്നു. ഇദ്ദേഹം എന്നോട് ഇപ്രകാരം പറഞ്ഞു: ഈ 3 മതങ്ങളും ഇബ്രാഹിമിന്റെ പേരിൽ സമാധാനത്തോടെ കഴിയാൻ സാധിക്കും എന്നാണ്
നിങ്ങൾ വിശ്വസിക്കുന്നത് ഈ കാര്യത്തിനെ കുറിച്ചുള്ള അനുഭവം അഹമ്മദി ജമാഅത്തിനേക്കാൾ കൂടുതൽ വേറെ ആർക്കാണ് ഉണ്ടാവുക? തുടർന്ന് പറയുന്ന ഹസ്രത്ത് ഈസ അലൈഹി ഇസ്ലാമിൻ്റെയും അഹമ്മദിയ ജമാഅത്തിൻ്റെയും അധ്യാപനങ്ങളും പുതിയ നിയമത്തെയും സുവിശേഷത്തെയും കുറിച്ചും ജമാഅത്ത് അഹമ്മദിയുടെ ഇമാമുമായി സംസാരിക്കാൻ അവസരം ലഭിച്ചു. അദ്ദേഹത്തോട് സംസാരം നടന്നുകൊണ്ടിരുന്നു. മസീഹ് ഹിന്ദുസ്ഥാൻ യേശു മിശിഹ ഇന്ത്യയിൽ എന്ന പുസ്തകവും അദ്ദേഹത്തിൻ്റെ പക്കലുണ്ടായിരുന്നു. പറയുന്നു, ഞാനിത് പകുതി വായിച്ചു തീർത്തു, ബാക്കിയും വായിച്ചുകൊണ്ടിരിക്കുകയാണ്. വളരെ താല്പര്യജനകമായ പുസ്തകമാണിത്. ഇതിനെക്കുറിച്ച് ഗവേഷണം ചെയ്യുന്നതാണ്. ഹസ്രത്ത് ഈസയെക്കുറിച്ച് വളരെയധികം പുതിയ കാര്യങ്ങളെക്കുറിച്ച് എനിക്ക് അറിവ് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. വിദ്യാസമ്പന്നനും മതകാര്യങ്ങളിൽ ആഭിമുഖ്യമുള്ളവനുമാണ് ഇദ്ദേഹം. തുടർന്ന് പറയുന്നു, പുതിയ നിയമത്തെക്കുറിച്ചും സുവിശേഷങ്ങളെക്കുറിച്ചും സംസാരിക്കാനുള്ള അവസരം ലഭിച്ചു. അഹമ്മദിയ ജമാഅത്തിൽ നിന്നും ശാന്തി, ആർദ്രത, സ്നേഹം എന്നിവയെക്കുറിച്ച് ധാരാളം കാര്യങ്ങൾ പഠിക്കാൻ സാധിക്കുമെന്നത് സംശയമില്ല. ഞാൻ കാത്തോലിക്കനായിട്ടാണ് വളർന്നത്. ഇപ്പോൾ അമേരിക്കൻ കോൺഗ്രസിൽ അഹമ്മദിയ കോക്കസിൻ്റെ ചെയർമാനാണ് ഞാൻ. ഇദ്ദേഹം നമ്മുടെ ജമാഅത്തിന് വേണ്ടി ശബ്ദമുയർത്തുന്ന കമ്മിറ്റിയുടെ ചെയർമാനാണ്. ഇദ്ദേഹം തുടർന്ന് പറയുന്നു, ലോകത്ത് സമാധാനം സ്ഥാപിക്കാനും സമൂഹങ്ങൾക്കിടയിൽ ഐക്യം സ്ഥാപിക്കാനും തീവ്രവാദത്തെ വിഭാടനം ചെയ്യാനും അക്രമങ്ങളെ ഇല്ലായ്മ ചെയ്യാനും ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനും സാമ്പത്തിക സമത്വത്തിനും മാനുഷിക അവകാശങ്ങൾക്ക് വേണ്ടിയും ആഗോള മതസ്വാതന്ത്ര്യത്തിനു വേണ്ടിയും താങ്കൾ ചെയ്യുന്ന പ്രയത്നങ്ങൾ ശ്ലാഘനീയമാണ്. തുടർന്ന് പറയുന്നു, കുറെ അഹമ്മദി മുസ്ലിങ്ങളെ ടാർഗറ്റ് ചെയ്ത് കൊല ചെയ്യുന്ന സംഗതികൾ കണ്ടുവരുന്നുണ്ട്. ഈ അക്രമങ്ങളുടെയും അനീതിയുടെയും കഥ തുടരുമ്പോഴും ജമാഅത്ത് അഹമ്മദിയയുടെ ഇമാം മറ്റുള്ളവരുടെ പ്രതികാരം ചെയ്യുന്നതിൽ നിന്നും വിലക്കിയിരിക്കുന്നു. ഇത് വളരെ മഹത്തായ കാര്യമാണ്. തുടരുന്നു, യഥാർത്ഥ സമാധാനവും ശാശ്വതമായ ശാന്തിയും ഉണ്ടാകുന്നതിന് വേണ്ടി നീതി നിർവഹണം, നീതി പാലിക്കുക നിർബന്ധമാണ് എന്ന് അഹമ്മദി ജമാഅത്തിന്റെ ഇമാം ലോക നേതാക്കളോട് ആവർത്തിച്ച് ഉപദേശിച്ചു കൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ മർദ്ദിത വിഭാഗങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി, അത്തരം സമൂഹങ്ങൾക്ക് വേണ്ടി ശബ്ദിച്ചു. ഇത്തരത്തിൽ അദ്ദേഹം തൻ്റെ വികാര പ്രകടനം നടത്തുകയുണ്ടായി. അദ്ദേഹം വളരെയധികം കാര്യങ്ങൾ പറയുകയുണ്ടായി. മറ്റൊരു അതിഥി ടോം ബേറി പറയുന്നു, ഞാൻ അഹമ്മദിയ ജമാഅത്തിന്റെ ഇമാമിനോട് നന്ദി പ്രകടിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. അദ്ദേഹത്തിന്റെ സന്ദേശം, അതിഥി സൽക്കാരം, പരസ്പര ബന്ധം തുടങ്ങിയ എല്ലാ കാര്യങ്ങളും വളരെ നന്നായിരുന്നു. പ്രത്യേക ശാസ്ത്രവും മതവും കണക്കിലെടുക്കാതെ പരസ്പരം നന്മ ആഗ്രഹിക്കുക എന്നുള്ളത് ഒരു അനുഗ്രഹമാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല. ജീവിതത്തെ മാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന, മനുഷ്യരെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ഒരു സമൂഹത്തിൽ ഒരു വ്യക്തിയുടെയോ അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിൻ്റെയോ കുത്തകാവകാശം നിലനിൽക്കുകയില്ല. എല്ലാവരും ഒന്നു ചേർന്ന് പ്രവർത്തിക്കേണ്ടതാണ്. ഇത് തന്നെയാണ് കാലത്തിൻ്റെ ഖലീഫയുടെ സന്ദേശം. ഈ സന്ദേശം എങ്ങനെയാണുള്ളതെന്നാൽ, രാത്രി ഉറങ്ങുന്നതിന് മുമ്പും രാവിലെ എഴുന്നേറ്റ ശേഷം എല്ലാവരും ഇത് ഉരുവിട്ടുകൊണ്ടേയിരിക്കേണ്ടതാണ്. ഈ സന്ദേശം തന്നെയാണ് നാം മറ്റുള്ളവരിലേക്ക് എത്തിക്കേണ്ടതും. ഈ സന്ദേശം നമ്മുടെ കുട്ടികളിലേക്ക് നാം പകർന്നു കൊടുക്കണം. എന്തെന്നാൽ നമ്മുടെ കാലം കഴിഞ്ഞാൽ അവർ ഈ സന്ദേശത്തെ ഏറ്റെടുക്കട്ടെ. ഞാൻ വീണ്ടും താങ്കളോട് നന്ദി രേഖപ്പെടുത്തുന്നു. പിന്നെ ഒരു മുസ്ലിം അതിഥിയും അവിടെ സന്നിഹിതനായിരുന്നു, സുൽത്താൻ ചൗധരി സാഹിബ്. അദ്ദേഹം പറയുന്നു, എൻ്റെ അഭിപ്രായത്തിൽ അഹമ്മദിയ ജമാഅത്തിന്റെ ഇമാം ഈ ലോകത്തിന് നൽകിയ സമാധാനത്തിന്റെ സന്ദേശം വളരെ മികച്ച സന്ദേശമാണ്. എൻ്റെ അഭിപ്രായത്തിൽ മുസ്ലിങ്ങൾ ഇവിടം കയ്യേറും എന്ന മുസ്ലിങ്ങൾക്കെതിരെയുള്ള അനാവശ്യ ഭയം ഇല്ലായ്മ ചെയ്യേണ്ടതുണ്ട്. അതുപോലെ മുസ്ലിങ്ങളെ ഇല്ലാതാക്കാൻ ഒരു തരത്തിലുമുള്ള ഗൂഢാലോചന ശ്രമം ഇതുവരെ നടക്കുന്നില്ല എന്നിരിക്കെ മുസ്ലിങ്ങൾ യുദ്ധത്തിന് വേണ്ടി ആഹ്വാനം ചെയ്യുകയും യുദ്ധത്തിന് വേണ്ടി തുനിഞ്ഞിറങ്ങുകയും ചെയ്യാൻ അവർക്കും അനുവാദമില്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കി. നോർത്ത് ചർച്ച് പ്രസ്ബിറ്റേറിയനിൽ നിന്നും ഒരു അതിഥി വന്നിരുന്നു, ഡുഡിലി മെക്കോഡ് സാഹിബ. പറയുന്നു, ഖലീഫയെ കണ്ടപ്പോഴും അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ ശ്രവിച്ചപ്പോഴും വളരെ സമാധാനം ലഭിച്ചു. ലോക സമാധാനത്തിന് വേണ്ടി ഇങ്ങനെ പ്രയത്നിക്കുന്ന മറ്റാരും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. വളരെ നല്ല അനുഭവമായിരുന്നു. ജനങ്ങൾ തങ്ങളുടെ സ്വാർത്ഥ താല്പര്യങ്ങൾ നേടിയെടുക്കുന്നതിനും മറ്റുള്ളവരുടെ പ്രദേശങ്ങൾ കൈയടക്കുന്നതിനും അയൽവാസികളുടെ അവകാശങ്ങൾ തട്ടിയെടുക്കുന്നതിനും മറ്റുള്ളവരുടെ മേൽ അതിക്രമം ചെയ്യുന്നതിനും പകരമായി ഈ സന്ദേശം കേൾക്കുകയാണെങ്കിൽ ലോകത്ത് സമാധാനം നടപ്പിൽ വരുത്താവുന്നതാണ്. സമാധാനത്തെ പ്രോത്സാഹിപ്പിക്കുന്ന പ്രഭാഷണങ്ങൾ വീണ്ടും കേൾക്കാൻ കഴിയുകയും എപ്പോഴും സമാധാനം പിന്തുടരണമെന്നും അതിനുവേണ്ടി പ്രയത്നിക്കണമെന്നും ജനങ്ങളെ ഉത്ബോധിപ്പിക്കാൻ കഴിയുമെങ്കിൽ എത്ര നന്നായേനെ. കോലൻ കൗണ്ടി പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നുള്ള ഒരു വ്യക്തി ലിറായി സാഹിബും പങ്കെടുത്തിരുന്നു. എനിക്ക് വളരെയധികം കാര്യങ്ങൾ പഠിക്കാൻ കഴിഞ്ഞ വളരെ മനോഹരമായ ഒരു പ്രോഗ്രാമായിരുന്നു അത്.
തീർച്ചയായും അഹമ്മദി മുസ്ലിം കമ്മ്യൂണിറ്റി ഒരു മഹത്തായ കാര്യമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു മുസ്ലിം അതിഥി ഡോക്ടർ ഹലീമുർ റഹ്മാൻ സാഹിബ് ഉണ്ടായിരുന്നു. പറയുന്നു, ഇത് തികച്ചും അവിശ്വസനീയമായ ഒരു സംഗതിയാണ്. പ്രോഗ്രാമിൻ്റെ ഏർപ്പാടുകൾ, അതിഥി സൽക്കാരം, പന്തൽ എന്നിവ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. തുടർന്ന് പറയുന്നു, എനിക്ക് ഇവർ നൽകിയ ആദരവിന് യഥാർത്ഥത്തിൽ ഞാൻ അർഹനല്ല. ഈ അന്തരീക്ഷം കണ്ട്, നിങ്ങൾ എനിക്ക് നൽകിയ ആദരവെല്ലാം കണ്ട് എൻ്റെ കണ്ണുകൾ നിറഞ്ഞുപോയി. എനിക്ക് വളരെ മികച്ച മനുഷ്യർക്കിടയിൽ കുറച്ച് സമയം ചെലവഴിക്കാൻ അവസരം ലഭിക്കുകയുണ്ടായി. ഇസ്ലാമിന്റെ യഥാർത്ഥ അധ്യാപനങ്ങൾക്കനുസൃതമായി പ്രവർത്തിക്കുന്ന യഥാർത്ഥ മനുഷ്യരാണ് ഇവർ. ഇവിടെ വെച്ച് ഇത്തരത്തിലുള്ള അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുന്നുണ്ട്. എന്നാൽ പാകിസ്ഥാനിൽ പോയാൽ മുല്ലാക്കൾ അവിടെ ജീവിക്കാൻ അനുവദിക്കില്ല. ഒരു അതിഥി അബി കർക്കണ്ടൽ സാഹിബ് പറയുന്നു, ആരാധനയുടെ രീതി ഞങ്ങളിൽ നിന്നും വ്യത്യസ്തമാണെങ്കിലും മാനുഷിക മൂല്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ഞങ്ങളുമായി യോജിച്ചു പോകുന്ന ഒരു ജമാത്തിനെ എനിക്ക് കാണാൻ സാധിച്ചു. എനിക്കിത് ഒരു മഹത്തായ അനുഭവമായിരുന്നു. മതനേതാവായ അഹമ്മദിയ ജമാഅത്തിന്റെ ഇമാം എല്ലാ സമൂഹങ്ങളും ഉൾക്കൊള്ളേണ്ട മൂല്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് വളരെയധികം അഭിമാനം തോന്നി. ഇവിടെ വന്ന് എനിക്ക് ദൈവമുള്ളതായി അനുഭവപ്പെട്ടു. വിശ്വാസ ആദർശങ്ങൾ വ്യത്യസ്തമാണെങ്കിലും ദൈവത്തിന്റെ സാന്നിധ്യം എവിടെ അനുഭവപ്പെട്ടാലും നിങ്ങൾക്ക് മനസ്സമാധാനവും ശാന്തി ലഭിക്കും. മതങ്ങളും സമൂഹങ്ങളും വ്യത്യസ്തമാണെങ്കിലും ഇന്ന് ഇവിടെയുള്ള എല്ലാവർക്കും അക്കാര്യം അനുഭവിക്കാൻ കഴിയുകയുണ്ടായി. ഇന്ന് എല്ലാ കമ്മ്യൂണിറ്റികൾക്കും ഇത് തന്നെയാണ് ആവശ്യവും. പിന്നെ ഒരു സ്ത്രീ വിക്ടോറിയ സാഹിബ് പറയുന്നു, മതപരമായും ആദർശങ്ങളുടെ അടിസ്ഥാനത്തിലും വ്യതിരിക്തത ഉണ്ടെങ്കിലും നാം പരസ്പരം ബന്ധപ്പെട്ടവരാണ് എന്നതിനെ കുറിച്ചുള്ള അഹമ്മദിയ ജമാഅത്തിന്റെ ഇമാമിന്റെ പ്രഭാഷണമാണ് ഇവിടെ എനിക്ക് ഏറ്റവും സവിശേഷമായി തോന്നിയത്. എൻ്റെ അഭിപ്രായത്തിൽ ആഗോള മതങ്ങളുടെ ആശയവിനിമയത്തിൽ ഈ ഒരു കാര്യം പാലിക്കപ്പെടുന്നില്ല. ആദർശങ്ങളുടെ വ്യതിരിക്തത നിലനിൽക്കുമ്പോഴും എല്ലാ മനുഷ്യരും പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നും നമുക്ക് പരസ്പരം സമാധാനത്തോടെയും മറ്റുള്ളവരുടെ വികാരങ്ങളെ മാനിച്ചുകൊണ്ടും സഹവർത്തിത്വം സാധ്യമാണ് എന്നും ഇത്ര യുക്തിഭദ്രമായും ജ്ഞാനത്തോടെയും ഒരാൾ സംസാരിക്കുന്നത് കണ്ട് എനിക്ക് വളരെയധികം സന്തോഷമുണ്ടായി. പിന്നെ ഒരു വനിത മേരി മെക്ഡോൾമെഡ് പറയുന്നു, ഇവർ ഡെലസ് പള്ളിയിലെ നമ്മുടെ അയൽവാസിയാണ്. ഇവർക്ക് വിശാലമായ ഒരു ഭൂമിയും ഇതിനോട് ചേർന്നിട്ടുണ്ട്. അവർ പാർക്കിങ്ങിന് വേണ്ടി സ്ഥലം വിട്ടു നൽകിയിരുന്നു. ഈ പ്രോഗ്രാമിന് വേണ്ടി സ്ഥലം നൽകിയപ്പോൾ സന്തോഷത്തുപോലെ ഇതിനു മുമ്പ് പൊടിപടലങ്ങൾ നിറഞ്ഞ എൻ്റെ സ്ഥലം കാരണം എനിക്ക് സന്തോഷം ലഭിച്ചിട്ടില്ല. വളരെ സാത്വികയായ ഉയർന്ന സ്വഭാവ ഗുണങ്ങളുള്ള ഒരു ഉടമയാണ് ഈ വനിത. അവർ തൻ്റെ സ്ഥലം വൃത്തിയാക്കി നിരപ്പാക്കിയിട്ടാണ് നമുക്ക് പാർക്കിങ്ങിന് വേണ്ടി നൽകിയത്. മറ്റൊരു വനിത ബേവർലി മേക്കോഡ് പറയുന്നു, എനിക്ക് എപ്പോഴും ആഗോള മത നേതാക്കളുടെ പ്രഭാഷണങ്ങൾ കേൾക്കാൻ ഇഷ്ടമാണ്. അവർ തുടർച്ചയായി സമാധാനത്തിന്റെ ആവശ്യകതയെക്കുറിച്ചും പരസ്പര ഭിന്നിപ്പിന്റെ പ്രതിവിധിയെക്കുറിച്ചും സംസാരിക്കുകയും സ്നേഹത്തിലേക്ക് ക്ഷണിക്കുകയും ചെയ്യുന്നു. എനിക്ക് എപ്പോഴും ഇങ്ങനെയുള്ള സന്ദേശങ്ങൾ കേട്ട് സന്തോഷം തോന്നാറുണ്ട്. എനിക്ക് വ്യക്തിപരമായി ഈ ജമാഅത്തിനോട് യാതൊരു ഭയവുമില്ല. മറ്റുള്ളവർ ഭയക്കുന്നതിനുള്ള ഒരു കാരണം എനിക്ക് മനസ്സിലാകുന്നുമില്ല. എന്തുകൊണ്ടെന്നാൽ ഈ ജമാഅത്ത് വളരെ സ്നേഹവായ്പുള്ള, മറ്റുള്ളവരുടെ വികാരങ്ങളെ വിലമതിക്കുന്ന, എപ്പോഴും സൃഷ്ടി സേവനങ്ങളിൽ നിരതമായ ഒരു ജമാഅത്താണ്. ആർക്കെങ്കിലും ഭയമുണ്ടെങ്കിലും തന്നെ ജമാഅത്തിന്റെ സൃഷ്ടി സേവനങ്ങളെയും അതുപോലെ തന്നെ പൊതുജനക്ഷേമ പ്രവർത്തനങ്ങളെയും കാണുമ്പോൾ അത് ഇല്ലാതായിത്തീരുന്നതാണ്. ജോഷോ എന്ന പേരുള്ള മറ്റൊരു അതിഥി പറയുന്നു, ഇന്നത്തെ ഈ ഉദ്ഘാടന സമ്മേളനത്തിൽ എനിക്കും മറ്റു മുതിർന്ന പാതിരിമാർക്കും ക്ഷണം നൽകുകയുണ്ടായി. ഈ പരിപാടിയിൽ പങ്കെടുത്താലും എന്ന് പറഞ്ഞു. ജനങ്ങളുമായി സംസാരിക്കാൻ അവസരം ലഭിച്ചു. ഇവിടെ യുക്തിയോടുകൂടി സമാധാനത്തെ സംബന്ധിച്ചും ഒരുമയെക്കുറിച്ചും നീതിയെക്കുറിച്ചും സംസാരിച്ചതിന് ഞാൻ വളരെയധികം അഭിനന്ദിക്കുകയാണ്. എനിക്ക് ബോധ്യമായത് വ്യത്യസ്ത സമൂഹ സംസ്കാരങ്ങളിൽപ്പെട്ട ജനങ്ങൾ ആയിട്ട് കൂടി അവർ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ അസ്തിത്വത്തെ സംബന്ധിച്ചും പരസ്പര സ്നേഹത്തെ സംബന്ധിച്ചും സന്ദേശം നൽകുന്ന ആളുകളാണ് എന്നാണ്. നാം നമ്മുടെ കർമ്മങ്ങളാൽ പരസ്പരം പ്രഭാവം ചെലുത്തുന്ന കാരണത്താൽ ഇതുപോലെ ഒരുമിച്ചിരിക്കുകയും ഒരുമിച്ച് ഭക്ഷണം കഴിക്കുകയും സംസാരിക്കുകയും ചെയ്യുന്നത് വളരെ അനിവാര്യമാണ്. പറയുന്നു, ഞാൻ എൻ്റെ ഭാര്യയോട് പറയുകയായിരുന്നു, ഇവിടെയുള്ള ആതിഥ്യം വളരെ ഉത്തമമായിരുന്നു. ഇവിടെ എല്ലാം വ്യവസ്ഥാപിതമായി കാണപ്പെട്ടു. അങ്ങനെ ഒരു പുതിയ സ്ഥലത്ത് ഒരു ചെറിയ പള്ളി നിർമ്മിക്കപ്പെട്ടു. 3.5 ഏക്കർ സ്ഥലം വാങ്ങിയിരുന്നു.
കെട്ടിടം അത്യാവശ്യത്തിന് വലുതാണ്. ഇതിൽ പക്ഷേ പള്ളി ഉണ്ടായിരുന്നില്ല, കെട്ടിടം വാങ്ങിയതായിരുന്നു. 50-60 മൈലുകൾക്കപ്പുറമുള്ളൊരു സ്ഥലമാണ് ഫോർട്ട് വർത്ത്. 50-55 മൈലുകൾ ദൂരെയാണ് ഡല്ലസിൽ നിന്നും. ഞാൻ അവിടെയും പോവുകയുണ്ടായി. സ്ഥലം 4.25 ഏക്കറാണ്, 3.5 അല്ല. 13,000 സ്ക്വയർ ഫൂട്ടിന്റെ ഒരു കെട്ടിടവും അവിടെയുണ്ട്. മൾട്ടിപർപ്പസ് ഹോളുണ്ട്, ഓഫീസുകളുണ്ട്, ലോബികളുണ്ട്. ഇവിടെ എന്തായാലും ഒരു ഗോപുരവും 2 മിനാരവും നിർമ്മിക്കാനുള്ള പരിപാടിയുണ്ട്. അങ്ങനെ പള്ളിയുടെ ഒരു രൂപം കിട്ടുന്നതിന് വേണ്ടി ഇത് നല്ലൊരു സ്ഥലമാണ്. അവിടെയും ജമാഅത്ത് ആയി നമസ്കാരം ഉണ്ടാകാറുണ്ട്. നല്ല സ്ഥലമാണ്. എനിക്കും അവിടെ മഗ്‌രിബ് വിഷയം നമസ്കരിപ്പിക്കാനുള്ള അവസരം ലഭിച്ചു. ഫോർട്ട് വർത്തിൽ താമസിക്കുന്ന ഒരു അതിഥി ഐബക് അർക്കസ് സാഹിബ് ഡല്ലസിലെ പള്ളിയുടെ ഉദ്ഘാടനത്തിൽ വന്നതായിരുന്നു. പറയുകയുണ്ടായി, ഇമാം ജമാഅത്ത് ദൈവനിശ്ചയം അനുസരിച്ച് പരസ്പരം ഇടകലർന്നുകൊണ്ട് പ്രയത്നിക്കുന്നതിനുള്ള സന്ദേശം വളരെ മനോഹരമായി അവതരിപ്പിക്കുകയുണ്ടായി. സമാധാനവും ആണവ യുദ്ധത്തിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയും നൽകിയ സന്ദേശം എനിക്ക് വളരെയധികം പ്രാധാന്യം അർഹിക്കുന്നതായി തോന്നി. ആരാണോ ഈ യുദ്ധത്തിൽ പങ്കാളികളാകുന്നത് അവർ നാശത്തിന്റെ ഗർത്തത്തിൽ ചെന്ന് പതിക്കുന്നതാണെന്ന ഈ സന്ദേശം എനിക്ക് മികച്ചതായി തോന്നി. പിന്നെ ഫോർട്ട് വർത്തിൽ നിന്നുള്ള ഫസ്റ്റ് യുണൈറ്റഡ് മെത്തഡിസ്റ്റ് ചർച്ചിലെ മെമ്പറും ഡല്ലസിൽ വന്നിരുന്നു. പറയുന്നു, ഈ സന്ദേശം വളരെ മികച്ചതായിരുന്നു. എല്ലാവരും ഖലീഫയുടെ ഈ വ്യക്തമായ സന്ദേശം കേൾക്കേണ്ടതുണ്ട്. ഖലീഫയുടെ പ്രസംഗ ശൈലി മികച്ചതായിരുന്നു. പ്രഭാഷണം ശ്രവിച്ച് ഒരാനന്ദം ലഭിച്ചു. ഞാൻ ഇനിയും അദ്ദേഹത്തെ കേൾക്കാൻ ആഗ്രഹിക്കുന്നു. ഇതുകൂടാതെ ഹൈസ്കൂൾ മിനിസ്ട്രിയിലെ ഒരു അധ്യാപിക ഉണ്ടായിരുന്നു. പറയുന്നു, ഖലീഫയുടെ 2 കാര്യങ്ങൾ എന്നിൽ പ്രത്യേകിച്ച് സ്വാധീനമുളവാക്കുകയുണ്ടായി. ഒന്നാമത്, അദ്ദേഹം അംഗീകരിക്കുകയുണ്ടായി സമൂഹത്തിൽ ഇസ്ലാമിനെ സംബന്ധിച്ച് ഭയപ്പാടുകളുണ്ട്, ആശങ്കകളുണ്ട്. ഒരു അധ്യാപിക എന്ന നിലയ്ക്ക് ഞാൻ എൻ്റെ വിദ്യാർത്ഥികളിൽ എല്ലാ സ്ഥലത്തും ഇത് കാണുന്നുണ്ട്. ഞാൻ വളരെ അധികം അഭിനന്ദിച്ച മറ്റൊരു കാര്യം കാലത്തിന്റെ ഖലീഫയുടെ ആണവ ആയുധങ്ങളുടെ ഉപയോഗത്തെ സംബന്ധിച്ചുള്ള താക്കീതാണ്. ഇപ്പോഴുള്ള ഈ അവസ്ഥയിൽ ഇങ്ങനെയുള്ള യുക്തിഭദ്രമായ സന്ദേശം കേട്ടുകൊണ്ട് എനിക്ക് വളരെ നല്ലതായി തോന്നി. ഇതായിരുന്നു ചില ആളുകളുടെ അഭിപ്രായങ്ങൾ. ഇനി മറ്റു പല കാര്യങ്ങളും അതുപോലെ അനുബന്ധ വിശേഷങ്ങളും വിവരിക്കുന്നതാണ്. ഇവിടെ സൈനിലെ പള്ളിയിൽ MTA-യിലൂടെയും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഒരു എക്സിബിഷനും സംഘടിപ്പിക്കുകയുണ്ടായി. മൊബൈലെ സംബന്ധിച്ചും ഡോയെക്കുറിച്ചും മറ്റും പത്രങ്ങളുടെ കട്ടിങ്ങുകളും അതിൽ പ്രദർശിപ്പിച്ചിരുന്നു. ഹസ്രത്ത് മസീഹ് അലൈഹി ഇസ്ലാം മജ്മൂ ഇഷ്തിഹാറാത്ത് വാള്യം 3-ൽ 32 പത്രങ്ങളുടെ നാമം ഉദ്ധരിച്ചിരുന്നു. അതോടൊപ്പം പറഞ്ഞിട്ടുള്ളത്, ഈ പത്രങ്ങൾ നമുക്ക് ലഭിച്ചത് മാത്രമാണ്. ഇത് തന്നെ ഒരുപാടുണ്ട് എന്നതുകൊണ്ട് മനസ്സിലാകുന്നത് 100 കണക്കിന് പത്രങ്ങൾ വന്നിട്ടുണ്ടാകും എന്നതാണ്. അങ്ങനെ അമേരിക്ക ജമാഅത്ത് ഇതിന് തുടർന്ന് പഠിക്കുകയും ഗവേഷണം നടത്തുകയും കൂടുതൽ പത്രങ്ങൾ കണ്ടെത്തുകയും ചെയ്തു. അങ്ങനെ ഹസ്രത്ത് മസീഹ് ഇസ്ലാം ഉദ്ധരിച്ച 32 പത്രങ്ങളെ കൂടാതെ 128 പത്രങ്ങളും ഡോയ്ക്ക് നൽകിയ ചാലഞ്ച് എഴുതിക്കൊണ്ട് ഉള്ളത് ലഭിക്കുകയുണ്ടായി. അങ്ങനെ മൊത്തം പത്രങ്ങളുടെ എണ്ണം 160 വരെ എത്തുന്നു. ആ കാലഘട്ടത്തിൽ ഹസ്രത്ത് മസീഹ് ഇസ്ലാമിൻ്റെ കാലഘട്ടത്തിൽ തന്നെ അമേരിക്കയിലെ 160 പത്രങ്ങളിൽ ഈ വാർത്ത വരികയുണ്ടായി. ഈ എല്ലാ പത്രങ്ങളും ഡിജിറ്റലൈസ്ഡ് ചെയ്ത് മസ്ജിദ് ഫത്തേ അസീമിനൊപ്പമുള്ള പ്രദർശനത്തിൽ വച്ചിട്ടുണ്ട്. ജനങ്ങൾ വന്നുകൊണ്ട് അത് കാണുകയും ഉണ്ടായി. അതുപോലെ തന്നെ സയൻ പള്ളിയുടെ ഉദ്ഘാടനത്തെ സംബന്ധിച്ചും ലോകം മുഴുവൻ വാർത്തകൾ പരക്കുകയുണ്ടായി. അമേരിക്കൻ ന്യൂസ് ഏജൻസി അസോസിയേറ്റഡ് പ്രസ് എൻ്റെ സയൻ പര്യടനത്തെ സംബന്ധിച്ചും മസ്ജിദ് ഫത്തേ അസീമിൻ്റെ ഉദ്ഘാടനത്തെ സംബന്ധിച്ചും ഒരു ലേഖനവും എഴുതുകയുണ്ടായി. അതിൻ്റെ തലക്കെട്ട് ഇപ്രകാരമായിരുന്നു: 2 prophets century old prayer duel inspire Zayn Mosque. അതായത് സയൻ്റെ പള്ളിയുടെ അടിസ്ഥാനം 1 നൂറ്റാണ്ട് മുമ്പ് നടന്ന 2 പ്രവാചകന്മാർ തമ്മിൽ നടന്ന മുബാഹലയാണ്, പ്രാർത്ഥനാ സമരം ആണ്. ഈ മീഡിയ ഔട്ട്ലെറ്റിൻ്റെ വെബ്സൈറ്റിൽ പറയുന്നതനുസരിച്ച് ലോകത്തിലെ പകുതി ജനങ്ങൾ അവരുടെ വായനക്കാരാണ്. ഈ ലേഖനം ആകെ മൊത്തം ലോകത്തിലെ 13 രാജ്യങ്ങളിലെ 412 ഔട്ട്ലെറ്റുകളിലും പത്രങ്ങളിലും പ്രസിദ്ധീകരിക്കപ്പെടുകയുണ്ടായി. വാഷിങ്ടൺ പോസ്റ്റ്, ABC ന്യൂസ്
ടൊറന്റോ സ്റ്റാർ, ദി ഹിൽ തുടങ്ങി മറ്റു പ്രമുഖ പത്രങ്ങളിലും ഈ വാർത്ത വരികയുണ്ടായി. ഈ ലേഖനം മികച്ച 10 ലേഖനങ്ങളിൽ ഇടം പിടിക്കുകയുണ്ടായി. ടോപ്പ് 10 ആർട്ടിക്കിൾസിൽ വരികയുണ്ടായി. 10 മികച്ച ലേഖനങ്ങളിൽ ഇത് ഉൾപ്പെടുകയുണ്ടായി. സൈനിൽ 115 വർഷം മുമ്പ് ലേഖനത്തിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സൈനിൽ 115 വർഷം മുമ്പ് ഒരു ദിവ്യാത്ഭുതമുണ്ടായി. ലോകമെമ്പാടുമുള്ള ലക്ഷക്കണക്കിനുള്ള അഹമ്മദികൾ ഇതിൽ ദൃഢമായി വിശ്വസിക്കുന്നു. ഷിക്കാഗോയിൽ നിന്ന് 40 മൈൽ ദൂരമുള്ള മിഷിഗൻ നദിയുടെ തീരത്തുള്ള ഈ ചെറിയ പട്ടണത്തിന് അഹമ്മദികൾ പ്രത്യേകമായ മതപരമായ പ്രാധാന്യം കൽപ്പിക്കുന്നുണ്ട്. ഈ പട്ടണവുമായി അഹമ്മദി ജമാഅത്തിന്റെ ബന്ധം ഒരു നൂറ്റാണ്ട് മുമ്പ് മുബാഹിലയും ഒരു പ്രവചനവുമായിട്ടാണ് തുടങ്ങുന്നത്. സൈൻ പഠനത്തിന്റെ അടിസ്ഥാനം 1900-ൽ ഒരു ക്രൈസ്തവ പൗരോഹിത്യ ഭരണകർത്താവ് എന്ന നിലയിൽ ജോൺ അലക്സാണ്ടർ ഡൂയി ആണ് വെച്ചത്. അയാൾ ഒരു സുവിശേഷ പ്രാസംഗികനും തുടക്കത്തിൽ പെന്തക്കോസ്ത് വൈദികനുമായിരുന്നു. അഹമ്മദികളുടെ വിശ്വാസം ഇതാണ്: അവരുടെ സ്ഥാപകൻ ഹസ്രത്ത് മിർസ ഗുലാം മുഹമ്മദ് സാഹിബ് ഡോയിയുടെ ഇസ്ലാമിന് എതിരെയുള്ള അസഭ്യ വർഷത്തിനും ആക്രമണങ്ങൾക്കും ഉത്തരം നൽകിക്കൊണ്ട് ഇസ്ലാമിനെ പ്രതിരോധിക്കുകയുണ്ടായി. അയാളെ വെറും പ്രാർത്ഥനയുടെ ആയുധം കൊണ്ട് ആത്മീയ യുദ്ധത്തിൽ പരാജയപ്പെടുത്തുകയുണ്ടായി. ഇപ്പോഴുള്ള ഏകദേശം എല്ലാ സൈൻ നിവാസികൾക്കും ആ പഴയ കാലഘട്ടത്തിലെ പരിശുദ്ധ യുദ്ധത്തെ സംബന്ധിച്ച് അറിവില്ല എന്ന് വരാം. പക്ഷേ അഹമ്മദികളെ സംബന്ധിച്ചിടത്തോളം സൈൻ പട്ടണവുമായി സ്ഥിരം ബന്ധമുണ്ടാക്കിയ ഒരു പരിശുദ്ധ പോരാട്ടമായിരുന്നു അത്. മുഴു ലോകത്തുമുള്ള ആയിരക്കണക്കിന് അഹമ്മദികൾ ഈ നൂറ്റാണ്ട് മുമ്പ് നടന്ന ദിവ്യാത്ഭുതത്തെ ഓർമ്മിക്കാനും സൈൻ്റെ ഒരു ചരിത്രവും അവരുടെ വിശ്വാസത്തിലെ നാഴികക്കല്ലുമായി ഈ പട്ടണത്തിലെ ആദ്യത്തെ അഹമ്മദി പള്ളിയുടെ ഉദ്ഘാടനത്തിനും വേണ്ടി പട്ടണത്തിൽ ഒരുമിച്ച് കൂടുകയുണ്ടായി. ലേഖനം വീണ്ടും ഇങ്ങനെ തുടർന്ന് എഴുതുന്നു. പിന്നെ പറയുന്നു, ഡോയിയെ സംബന്ധിച്ച് അഹമ്മദികളുടെ വിശ്വാസം ഇപ്രകാരമാണ്: 1835-ൽ ജനിച്ച അവരുടെ സ്ഥാപകർ ഒരു പരിഷ്കർത്താവായിരുന്നു. അദ്ദേഹത്തെ സംബന്ധിച്ചുള്ള സുവാർത്ത ഇസ്ലാമിൻ്റെ സ്ഥാപകർ നൽകിയിട്ടുണ്ട്. അവരുടെ വിശ്വാസം ഇങ്ങനെയുമാണ്: മിർസ ഗുലാം അഹമ്മദ് ഈസ നബിയുടെ പ്രതിപുരുഷനും 2ാം വരവുമാണ്. ഇതുകൂടാതെ കാനഡയിൽ സൈൻ പര്യടനത്തിൻ്റെയും മസ്ജിദ് ഫതേ അസീമിൻ്റെ ഉദ്ഘാടനത്തിൻ്റെയും വിപുലമായ കവറേജ് നൽകപ്പെടുകയുണ്ടായി. കാനഡയിൽ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ 9 വലിയ പത്രങ്ങളിൽ, അതുപോലെ 6 ഓൺലൈൻ പബ്ലിക്കേഷനുകളിൽ, ഒരു റേഡിയോ സ്റ്റേഷൻ മുഖാന്തരവും സൈൻ പര്യടനത്തിനുള്ള പ്രചാരണം ലഭിക്കുകയുണ്ടായി. കാനഡയിൽ 8,73,000 ആളുകളിൽ ഈ സന്ദേശം എത്തുകയുണ്ടായി. അമേരിക്കയും കാനഡയും കൂടാതെ UK, ഗ്രീസ്, സെറലിയോൺ, തായ്വാൻ, ഇന്ത്യ, ഹോങ്കോങ്, പെറു, ഫിലിപ്പൈൻ, സൗത്ത് ആഫ്രിക്ക, തൻസാനിയ, വിയറ്റ്നാം എന്നിവിടങ്ങളിൽ ഓൺലൈൻ മീഡിയ വാർത്ത പ്രസിദ്ധീകരിക്കുകയുണ്ടായി. ഞാൻ നേരത്തെ വിവരിച്ച പോലെ അമേരിക്കൻ ന്യൂസ് ഏജൻസിയുടെ അസോസിയേറ്റഡ് പ്രസിന്റെ ഈ ലേഖനം അമേരിക്കയിലെ 200 പത്രങ്ങളിൽ അച്ചടിക്കപ്പെടുകയുണ്ടായി. 176 ഓൺലൈൻ പത്രങ്ങളിലും ഇത് പ്രസിദ്ധീകരിക്കുകയുണ്ടായി. ഇതുകൂടാതെ MTA ആഫ്രിക്ക മുഖാന്തിരവും ഈ പരിപാടിയുടെ തത്സമയ സംപ്രേഷണം നടക്കുകയുണ്ടായി. സൈനിലും ഡെലസിലും നൽകിയ പ്രഭാഷണങ്ങൾ തത്സമയമായി ഗാംബിയ നാഷണൽ ടിവിയിലും സെറലിയോൺ നാഷണൽ ടിവിയിലും സെനഗൽ ടിവിയിലും സംപ്രേഷണം ചെയ്യപ്പെട്ടു. ഇത് ലക്ഷക്കണക്കിന് ആൾക്കാർ വായിക്കുകയുണ്ടായി. പറയുന്നു, സൈനിൽ മസ്ജിദ് ഫത്തേ അസീമിൻ്റെ പരിപാടിക്ക് അരമണിക്കൂർ മുമ്പ് നമ്മുടെ സ്റ്റുഡിയോയിൽ തത്സമയമായ സംപ്രേഷണം തുടങ്ങുകയുണ്ടായി. അത് മുഖേന തദ്ദേശീയ ഭാഷകളിൽ ജോൺ അലക്സാണ്ടർ ഡോയിയെ സംബന്ധിച്ച് ഹസ്രത്ത് അഖ്ദസ് മസീഹ് മൗഊദ് അലൈഹി ഇസ്ലാമിൻ്റെ പ്രവചനത്തിൻ്റെ പശ്ചാത്തലം വിവരിക്കുകയുണ്ടായി. മുഴുവൻ ആഫ്രിക്കയിലും ന്യൂസ് റിപ്പോർട്ട് മുഖാന്തരവും TV, റേഡിയോ, പത്രങ്ങൾ മുഖാന്തരവും പ്രചരണം ലഭിക്കുകയുണ്ടായി. ഉഗാണ്ടയിൽ 5 ചാനലുകളിലും, ഘാന, നൈജീരിയ, ലൈബീരിയ, സെറലിയോൺ, റവാൻഡയിലെ TV ചാനലുകളിലും ന്യൂസ് റിപ്പോർട്ടുകൾ പ്രചരിക്കുകയുണ്ടായി. അമീർ സാഹിബ് സെറിയലിയോൺ എഴുതുന്നു, അദ്ദേഹത്തിൻ്റെ 20 വർഷം മുമ്പത്തെ ഒരു സുഹൃത്ത് ജൽസ സാലാനയുടെ അവസരത്തിൽ UK ജൽസാലിൻ്റെ അവസരത്തിൽ ബൈഅത്ത് ചെയ്യുകയുണ്ടായി. അദ്ദേഹം സൈൻ്റെ പരിപാടി കണ്ടപ്പോൾ പറയുകയുണ്ടായി, ഞാൻ ബൈഅത്ത് ചെയ്ത രാത്രി എനിക്ക് വളരെയധികം ദുഃഖം തോന്നി. ഞാൻ ബൈഅത്ത് ചെയ്യാൻ എന്താണ് ഇത്രയധികം വൈകിപ്പിച്ചത് എന്ന് ഓർത്ത്. എന്നാൽ ഇപ്പോൾ ഞാൻ സത്യം പറയട്ടെ, സൈൻ പള്ളിയുടെ പരിപാടി കണ്ട ദിവസം ഞാൻ സ്വയം തന്നെ ആത്മഹത്യം ചെയ്യുകയുണ്ടായി. അമീർ സാഹിബ് അലക്സാണ്ടർ ഡോയിയെ കുറിച്ചുള്ള സംഭവം നേരത്തെ എനിക്ക് പറഞ്ഞു തന്നിട്ടെങ്കിൽ എൻ്റെ ബൈഅത്ത് അപ്പോൾ 20 വർഷം മുമ്പ് തന്നെ നടന്നേനെ. ഒരു മതപരമായ സംഭവവും എന്നെ സൈൻ്റെ പ്രവചനത്തെ പോലെ അത്രമാത്രം സ്വാധീനിച്ചിട്ടില്ല. ഞാൻ ഈ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ ചാലഞ്ച് ആണ്
ഇത് കണ്ടിട്ടുള്ളത്. ഏറ്റവും വലിയ കാര്യം ഇതാണ്. ഈ സംഭവം നമ്മുടെ കാലത്ത് പാശ്ചാത്യ മീഡിയയുടെ പരിപൂർണ പരിശോധനയിലൂടെയാണ് നടന്നതെന്നാണ്. ഹദ്രത്ത് ഇമാം മഹദി താൻ അള്ളാഹു തീരുമാനമെടുത്ത കാര്യങ്ങൾ ആണ് അതനുസരിച്ചാണ് ഭാവിയെ സംബന്ധിച്ച് പ്രവചിച്ചത്. പിന്നെ പറയുന്നു, എനിക്ക് തോന്നുന്നത് നാം അനഹമ്മദികളുമായി തബ്ലീഗ് ചെയ്യുമ്പോൾ തീർച്ചയായും സയന്റെ പ്രവചനം ഉദ്ധരിക്കേണ്ടതുണ്ട്. കാരണം ഇത് വളരെയധികം പ്രഭാവം ചെലുത്തുന്ന പ്രവചനമാണ്. ഞാൻ ബയത്ത് ചെയ്ത രാത്രി ഞാൻ ചിലപ്പോൾ ശരിയായ തീരുമാനമാണ് എടുത്തത് എന്ന് എനിക്ക് തോന്നി. എന്നാൽ സയനിലെ പ്രവചനത്തിന് ശേഷം ഞാൻ ദീർഘശ്വാസം എടുത്തു. എനിക്ക് പരിപൂർണമായ ആത്മവിശ്വാസവും ദൃഢവിശ്വാസവും വരികയുണ്ടായി. എൻ്റെ 20 വർഷത്തെ സത്യാന്വേഷണം പാഴായില്ല. ഞാൻ തീർച്ചയായും ശരിയായ തീരുമാനമാണ് കൈക്കൊണ്ടിരിക്കുന്നത്. ഇതുകൂടാതെ അവിടെ മറ്റു പല പരിപാടികളും ഉണ്ടായിരുന്നു. അതിൽ വാഷിങ്ടണിലെ മസ്ജിദ്, മാരിലാൻഡിൽ ഘാനയിലെയും സിയറലിയോണിലെയും രാജ്യപ്രതിനിധികളുമായി അംബാസഡറുമായി സംസാരിക്കുകയുണ്ടായി. അവരുടെ രാജ്യത്തിൻ്റെ അവസ്ഥകളെക്കുറിച്ചും സംവദിക്കുകയുണ്ടായി. അവരുമായി നല്ല മീറ്റിംഗ് നടന്നു. പിന്നെ പുതിയ അഹമ്മദികളുമായും മീറ്റിംഗ് നടക്കുകയുണ്ടായി. 45-ൽ പരം പുതിയ അഹമ്മദികൾ അവിടെ സന്നിഹിതരായിരുന്നു. പഴയ അമേരിക്കൻ അഹമ്മദികളെയും തിരഞ്ഞന്വേഷിക്കാൻ വേണ്ടി ഞാൻ അവരെ ഏൽപ്പിക്കുകയുണ്ടായി. അവരിൽ ചിലരെ അവർ കണ്ടെത്തുകയുമുണ്ടായി. നവാഗത അഹമ്മദികൾ അവിടെ എതിർപ്പ് നേരിട്ടു. പക്ഷെ അവർ തങ്ങളുടെ നിലപാടിൽ ഉറച്ചു നിന്നു. ഒരു നവ അഹമ്മദ് ഇപ്രകാരം പറയുകയുണ്ടായി, അദ്ദേഹത്തിന്റെ കുടുംബത്തിന് കാര്യം അറിഞ്ഞപ്പോൾ കഠിനമായ എതിർപ്പ് പ്രകടിപ്പിച്ചു. അതിനുശേഷം അദ്ദേഹത്തെ ഉപേക്ഷിച്ചുകൊണ്ട് അവർ അവിടെ നിന്ന് പോവുകയുണ്ടായി. ബംഗ്ലാദേശിലെ ഒരു അഹമ്മദി പറയുന്നു, എനിക്ക് മൊറബി സാഹിബ് സമയമെടുത്തുകൊണ്ട് ക്ഷമയോടുകൂടി കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി തരികയുണ്ടായി. എനിക്കിപ്പോൾ കാര്യങ്ങളൊക്കെ പൂർണ്ണമായി മനസ്സിലായി, ബോധ്യമായി. പിന്നെ വളരെ ആവശ്യത്തോടു കൂടി അദ്ദേഹം മറ്റ് നവ അഹമ്മദികളോട് ഇപ്രകാരം പറയുകയുണ്ടായി, ഞാൻ ഇസ്ലാം അഹമ്മദിയത്തിനെ കുറിച്ച് പൂർണ്ണമായി മനസ്സിലാക്കിയിരിക്കുന്നു. ഞാൻ നിങ്ങളോട് പറഞ്ഞു തരികയാണ്, യഥാർത്ഥ ഇസ്ലാം ഇതുതന്നെയാണ്. അതുകൊണ്ട് ഇതിനെ ഒരിക്കലും കൈവിടിയരുത്. ഒരു നവ അഹമ്മദി അമേരിക്കൻ ക്രിസ്റ്റഫർ എന്ന വ്യക്തി ക്രിസ്തു മതത്തിൽ നിന്നും അഹമ്മദി ആയിരുന്നു. അദ്ദേഹം എൻ്റെ കയ്യിൽ ബയത്ത് ചെയ്യാൻ അപേക്ഷിക്കുകയുണ്ടായി. അങ്ങനെയും ഒരു ബയത്ത് നടന്നു. ബയത്തിൻ്റെയും നല്ല പ്രഭാവം ജനങ്ങളിലുണ്ടായി. പഴയ അഹമ്മദികളും അവിടെ പുതിയ അഹമ്മദികളും ധാരാളം വന്നിരുന്നു. പല രാജ്യങ്ങളിലെയും അഭയാർത്ഥികൾ, പാകിസ്ഥാനിൽ നിന്നും വന്നവരും എല്ലാവർക്കും ബയത്തിന് അവസരം ലഭിക്കുകയുണ്ടായി. അവർ വളരെ വൈകാരികമായ അന്തരീക്ഷമാണ് അവിടെ ഉണ്ടായത്. ഏതായാലും മൊത്തത്തിൽ ഈ പര്യടനം അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ എല്ലാ വിധത്തിലും അനുഗ്രഹീതമായിരുന്നു. അള്ളാഹു ഇനിയും തൻ്റെ അനുഗ്രഹം തുടർന്നു കൊണ്ടു പോകുമാറാകട്ടെ. الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله. عباد الله رحمكم الله، إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون. اذكروا الله يذكركم وادعوه يستجب لكم ولذكر الله أكبر.